السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 128. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون. يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാ മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. അസൂയാലുക്കളുടെ ശർറുകളിൽ നിന്ന്, മാരണക്കാരുടെ ശർറുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ നിലക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഖുർആനിന്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് അൻആം സൂറത്തിലെ 128 മുതലാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. നാളെ മഹ്ശറയിൽ വെച്ച് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭാഷണങ്ങളും കാര്യങ്ങളും അടക്കം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശുറുഹും ജമീഅ. സൃഷ്ടികളെ ഒന്നടങ്കം അവരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ ദിനം. വയൗമ യഹ്ശുറുഹും ജമീഅ. സൃഷ്ടികൾ ഒന്നടങ്കം എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിനം. അന്ന് അവൻ വിളിക്കും. എന്താ വിളിക്കുക? യാ മഅ്ശറൽ ജിന്ന്, ഓ ജിന്ന് സമൂഹമേ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്,
മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങൾ ദുർമാർഗികളാക്കി പഴപ്പിച്ചു. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. അപ്പോൾ മനുഷ്യരിൽ നിന്നുള്ള അവരുടെ കൂട്ടുകാര്, ആ കൂട്ടുകാർ പറയും, റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദ്, ഞങ്ങളുടെ നാഥാ, ഞങ്ങളിൽ നിന്ന് ചിലരെ ഈ ദുന്യാവിൽ ഉപയോഗപ്പെടുത്തി. വബലഗ്നാ അജലനല്ലദീ അജ്ജൽത ലനാ, നീ ഞങ്ങൾക്ക് കണക്കാക്കിയ ആ അവധി അതിതാ ഞങ്ങളിൽ സമാഗതമായി. ഖിയാമത്ത് നാളാണത് ഉദ്ദേശം. ഖാലന്നാറു മസ്വാകും, അപ്പോൾ അല്ലാഹു തആല പറയും, അവന് പ്രസ്താവിക്കും, എന്ത്? അന്നാറു മസ്വാകും, നിങ്ങളുടെ സങ്കേതം നരകമാകുന്നു. ഖാലിദീന ഫീഹാ, അതിൽ നിങ്ങൾ നിത്യവാസികളാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഒരുപാട് ചർച്ച വന്നൊരു ഭാഗമാണ്. അവിടെ ഒരു ആകെ വൈരുദ്ധ്യം വന്നില്ലേന്ന് ചില ആളുകൾ നേരെ പരിഭാഷ നോക്കിയാൽ തെറ്റിദ്ധാരണ വരുന്നൊരു ഭാഗമാണ്. നമുക്ക് വിശദീകരിക്കാം. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, തീർച്ചയായിട്ടും നിന്റെ നാഥൻ രക്ഷിതാവ് അവൻ ഹക്കീമാണ്, അവന് യുക്തിമാനാണ്, അതോടുകൂടെ അലീം, അവന് ജ്ഞാനിയുമാകുന്നു, വിവരമുള്ളവനുമാകുന്നു. ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ ആദ്യം അല്ലാഹു പറയുന്നത് വയൗമ യഹ്ശുറുഹും ജമീഅ, ജനങ്ങളെ ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടുന്ന, ജനങ്ങളെന്ന് മാത്രമല്ല സൃഷ്ടികളെ, അതിൽ ജനങ്ങൾ പെട്ടു, മലക്കുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു, മൃഗങ്ങൾ പെട്ടു, എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്ന ദിനം. എന്നിട്ട് ആ ദിനത്തില് വളരെ പ്രധാനപ്പെട്ട മനുഷ്യരും ജിന്നുകളെയും അല്ലാഹു പ്രത്യേകം പറയാണ്. യാ മഅ്ശറൽ ജിൻ, അല്ലാഹു തആല എന്ന് പറയാത്രേ ജിന്നുകളെ വിളിക്കുകയാണ്. ജിന്ന് സമൂഹമേ, ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ അറിയങ്ങള്? നമ്മളെ കണ്ണിന്ന് മറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ കണ്ണുകൊണ്ട് നേരെ, അതായത് റൂഹാനിയ് എന്ന് പറയും. നമ്മളത് ശരിക്കും നമ്മളെ കണ്ണുകളെ കൊണ്ട് മനുഷ്യരെ കാണാം, എന്നാൽ ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് മനുഷ്യര്, മലക്കുകള്, ജിന്നുകള്, നാൽക്കാലികള്. ഇതിലിപ്പോ നാൽക്കാലികളെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് വിവേകമില്ല. നമ്മളെ പോലെയുള്ള വിവേചന ശക്തി അല്ലാഹു തആല നൽകിയിട്ടില്ല. അങ്ങനെയാണ് മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഹയാദ് കാര്യങ്ങളൊന്നും അവർക്ക് നമ്മളെ പോലെ ഇല്ല എന്നർത്ഥം. ഒരു മോശമാണെന്നൊന്നല്ല, മുമ്പ് ഒരു പെണ്ണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നംല് സൂറത്തിന്റെ വിശദീകരണത്തില് ഒരു പെണ്ണൊരു കിനാവ് കാണാം. എന്താ സ്വപ്നം കാണുന്നത്? ഗർഭിണിയാണ്. അപ്പൊ അവര് 9ാം മാസം പ്രസവത്തിന്റെ തൊട്ട് മുമ്പാണ്. അവര് കിനാവ് കണ്ടെന്താ വെച്ചാൽ ഒരു ഹുദുഹുദിനെ, ഖുർആനിൽ ഹുദുഹുദിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മരക്കൊത്തിനെ പ്രസവിച്ചതായിട്ടാണ് കിനാവണ്ട. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ വേഗം ബേജാറാവുമല്ലോ, അതിലെന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതായിരിക്കും. കിതാബിൽ പറയുന്ന തഫ്സീറുകളിലൊക്കെ ഉള്ളൊരു വിഷയം കേട്ടോ. നമ്മള് സൂറത്തിൽ സുലൈമാൻ നബിയോട് ബന്ധപ്പെട്ട് ഹുദുഹുദിന്റെ ചരിത്രം പറയുന്നിടത്താണ് ഇത് പറയുന്നത്. സ്വർഗത്തില് മുത്തുനബി പറഞ്ഞല്ലോ ഒരു പക്ഷിയുണ്ട്, അതാണ് ഹുദുഹുദ്, മരക്കൊത്തി. അതിലൊരു ബർക്കത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പെണ്ണ് കിനാവ് എന്താ വെച്ചാല് പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ കുട്ടി ഒരു മരക്കൊത്തിയാണ്. ആണ് കിനാവ്. അവിടെ സമാധാനം പോയല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാന്റെ അരികെ പോയിട്ട് ഇവരും പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത്രേ, അതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മരക്കൊത്തിയൊന്നല്ല, നല്ലൊരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി വളരെയധികം സുന്നത്ത് നിസ്കരിക്കും. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ കുട്ടി ജനിച്ചൊരു ആൺകുട്ടിയായി. ആ കുട്ടി പിന്നെ വലിയ ഒരു മഹാനായി വന്നു. ചരിത്രം പറയുന്നത്
എല്ലാ ദിവസവും 400 റക്അത്ത് തഹജ്ജുദ് സ്ഥിരമായിട്ട് അദ്ദേഹം നിസ്കരിച്ചിരുന്നു എന്നാണ് മരണം വരെ. 400 റക്അത്ത്. അത് പറഞ്ഞെന്താ വെച്ചാല് ജീവികളിലൊക്കെ ഒരുപാട് ഹൈറായ ജീവികളും അല്ലാത്തൊക്കെ ഉണ്ടാവും. അത് പറയുമ്പോൾ ഇനി ആരും എന്ത് ചെയ്യണ്ട, നമ്മൾ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. തിരുവങ്ങാടി പ്രശ്നം അങ്ങനെ അച്ചടിച്ചു കൊടുക്കും. അത് ചിലത് അടിസ്ഥാനമുള്ളതും കേട്ടിമിലെ കേട്ടി പറഞ്ഞൊക്കെ ഉണ്ടാവും. അതൊക്കെ പാടെ വായിച്ചുകൊണ്ട് ചിലപ്പോൾ അന്ന് ഇനി മഴവെള്ളം ഒന്നായിട്ട് വരുന്നുണ്ട്, കലങ്ങിയ വെള്ളം വരുന്നുണ്ട്, അതിന്റെ വ്യാഖ്യാനം നോക്കിയാൽ, അല്ലെങ്കിൽ വലിയ പാമ്പുകുട്ടിനെ കണ്ട് അതിന്റെ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ഏതുപോലെ വെച്ചാൽ അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കാണ് പെണ്ണുങ്ങൾ തന്നെ. എന്നിട്ട് ഒരു നോയിക്കാണ്ട് അത് എനിക്ക് ഇന്നലെ ചെറിയമാർക്ക് തോന്നിയല്ലോ, അറ്റാക്ക് ഉണ്ടാവുകയെ വെറുതെ ഉണ്ടാവും തന്നെ. അയിമലൊന്നും വെറുതെ കൂടണ്ട, ഒന്നും കൂടണ്ട. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയുന്ന ഒരാൾ മരിച്ചു. അയാളെ ജ്യേഷ്ഠ 5 എണ്ണ കുളിച്ച് പറയാൻ മരിച്ചു. എന്തേ ഒന്നുമില്ലേന്ന് പറഞ്ഞ ഒരു എല്ലാവരും കൂടി ചായ കുടിക്കണ സുഹൃത്തുക്കളൊക്കെ 4 കസാരി ഇരുന്ന് കണ്ട് ബന്ധം ഉണ്ടാത്തു നോക്കിയാണ് മരിച്ചു. അറിഞ്ഞിട്ടില്ല, സൈലന്റ് അറ്റാക്കാണ്. അടുത്തിരിക്കുന്ന ആള് മരിച്ചത് ഇവരെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഓരോ ഒരാളെ എഴുതിയുണ്ട് ഇരുന്നുറങ്ങാണ് എഴുതിയാണ്, ഉറങ്ങട്ടെ എഴുതിയാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ് അപകടം മരിച്ചു. പിന്നെ പോസ്റ്റ്മോർട്ടം വേണം, സംശയമായി. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. എല്ലാത്തിലൊന്നും അടിസ്ഥാനം ഉണ്ടാവില്ല, അടിസ്ഥാനം ഉള്ളത് അവലംബാക്കിയാൽ മതി. അതും നമ്മൾ ആർക്കെങ്കിലും പറയും പോസിറ്റീവായത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തെയും അയ്മ വല്ലാതെ കൂടിയാണ്ട് വെറുതെ തലവേദന ഉണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ സൃഷ്ടികളെ ഒന്നടങ്കം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന എല്ലാം പെട്ടു. ഇനി അപ്പോ പ്രബല വിഭാഗങ്ങൾ നോക്കൂ. മനുഷ്യര്, മലക്കുകള്, ജിന്നുകള്, അതുപോലെ തന്നെ മൃഗങ്ങളെ നമ്മൾ അങ്ങനെ ഒഴിവാക്കി. ഓല് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വലിയ ദ്രോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികാരം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും, നീതിയാണ്. അത് കഴിഞ്ഞാൽ കൂനി തുറാബ, മണ്ണായിക്കോളൂ പറയും. ഓല് മണ്ണാവും. അപ്പൊ നമ്മൾ പറയത്രേ ലൗകുന്തു തുറാബ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. ഇനി മനുഷ്യന്മാര്, ജിന്നുകള്, മലക്കുകള്. ജിന്നും മലക്കും യഥാർത്ഥത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരാണ്. പക്ഷെ വ്യത്യാസം എന്താ? മലക്കുകൾ എന്ന് പറയുന്നത് ആണ് പെണ്ണ് വ്യത്യാസമില്ല, ഭക്ഷണം കഴിക്കൂല, ഓൽക്ക് രാവും പകലും ഒരുപോലെയാണ്, മരണമില്ല. ആണ് മലക്കുകൾ. ഓൽക്ക് മരണമില്ല. അവര് അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മലക്കുകളുടെ സിസ്റ്റം. ഓൽക്ക് ഉറക്കൊന്നുമില്ല, ഭക്ഷണം കഴിക്കണ്ട, അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, ഒരു വിവാഹം കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജിന്നുകളോ? ജിന്നുകൾ 2 ഇനാണ്. ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ശൈത്താന്മാര്. ഒരിക്കലും നന്നാവൂല. ഈ ശൈത്താന്മാർക്ക് മരണമില്ല, ഭക്ഷണം കഴിക്കും. അവർക്ക് എന്തുണ്ട്? ഇണചേരലുണ്ട്, ആണ് പെണ്ണുണ്ട്. പക്ഷെ അതേ സമയത്ത് ശൈത്വാന് മരണമില്ല. കാരണം എന്താ വെച്ചാല് അവര് ആവശ്യപ്പെട്ടാനുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, എനിക്ക് മരണം പാടില്ല, അതെനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മരണം ഉണ്ടാവുന്നതാണ്. ഒന്നാമത്തെ ഊതുമ്പോ എല്ലാവരും മരിക്കുമ്പോൾ നീയും മരിക്കുന്നു. അതുവരെ അവസരം കൊടുത്തു. അതാണ് മരണമില്ല. പറഞ്ഞാൽ മലക്കാളും അങ്ങനെ തന്നെയുള്ള അസ്രായീൽ എന്ന മലക്കിനെ വരെ അള്ളാഹു, എല്ലാവരും മരിപ്പിക്കുന്ന മലക്കിനെ വരെ അവസാനം മരിപ്പിക്കും. പിന്നെ ഇസ്രാഫീൽ എന്ന മലക്കിന് പിന്നെ അല്ലെ, ഇസ്രാഫീൽ എന്ന മലക്കൊക്കെ സൂറ് 2ാമത് ഊതാൻ മൂപ്പർക്ക് ഉയർത്തി പുനർജന്മം നൽകണമല്ലോ. അപ്പോ ആ സമയം വരെ ശൈത്വാനും എന്തില്ല, മലക്കുകളെ പോലെ തന്നെ മരണമില്ല. പക്ഷെ ശൈത്വാൻ എന്തുണ്ട്? ഓൽക്ക് ആണ് പെണ്ണ് ഇതൊക്കെ വ്യത്യാസങ്ങൾ വല്ലൊക്കെ ഉണ്ട്. ജിന്നുകൾ അങ്ങനെയല്ല. ജിന്നും ഇൻസും കാണില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഓലെ കാണാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അതേപോലെയാണ്. എല്ലാം അവർക്കുണ്ട്, വിവാഹമുണ്ട്, എല്ലാം. ഓല് വാട്സപ്പൊക്കെ ഉണ്ടോ അറിയില്ല. അല്ല, തഫ്സീറിൽ ശരി ജിന്ന് സൂറത്ത്, അഹ്കാഫ് സൂറത്ത്, ഹിജ്ർ സൂറത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. മനുഷ്യരതേ എല്ലാം ഉണ്ട്. ഗ്രൂപ്പുകൾ ജിന്ന് സൂറത്തിൽ തന്നെ ഒരു പറയുന്നുണ്ടല്ലോ, മലക്കാള് പറഞ്ഞ ജിന്നുകൾ പറയേണ്ട ഉദ്ധരിക്കുന്നുണ്ട്, ഞങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്, ഞങ്ങളുടെ എല്ലാ മതക്കാരുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓല് എന്ത് ചെയ്യും? നന്നാകാൻ പറ്റിയൊരവസ്ഥയിലാണ് ഓല്. ശൈത്താന്മാരങ്ങനല്ല. ഒരു മനുഷ്യരെ പഴിപ്പിക്കാനുള്ള ഒരു ടീമാണ്. അള്ളാഹു അങ്ങനെ നമുക്കൊരു പരീക്ഷണമായിട്ട് പാമ്പിന് വിഷം കൊടുത്ത പോലെ നമുക്ക് ചില ശല്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ജിന്ന് എന്ന് പറഞ്ഞത് നമ്മളെ കണ്ണിന്ന് മറഞ്ഞതുകൊണ്ടാണ് ആ പേര് ഓൽക്ക് കിട്ടിയത്. ജിന്ന് എന്ന വാക്കിന്റെ അർത്ഥതാണ് നമ്മളെ കണ്ണിന്ന് മറഞ്ഞതെന്നുള്ളതാണ്. നമ്മളെ കണ്ണുകൊണ്ട് നേരെ കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ അല്ലാഹു തആല പറയാണ് യാ മഅ്ശറൽ ജിൻ, ഓ ജിന്നിന്റെ സംഘമേ. ഈ മഅ്ശറും ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? മഅ്ശർ മറ്റേ മഅ്ശറല്ല കേട്ടോ, അത് വേറെയാണ്, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഇത് മഅ്ശർ എന്ന് പറഞ്ഞ കൂട്ടം, സംഘം. ജമാഅത്ത് എന്ന് പറയുന്നതും മഅ്ശർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മഅ്ശർ എന്ന് പറയുമ്പോൾ വലിയ സംഘത്തിനാണ് എന്ത് പറയാ മഅ്ശർ എന്ന് പറയാം. ജമാഅത്തിന് അങ്ങനല്ല, അത് ചില പ്രയോഗങ്ങളാണല്ലോ. അപ്പോൾ ഉലൂഫ് എന്ന് പറയും പോലെയാണ്. ഉലൂഫ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതിന് 10,000-ന്റെ മുകൾക്ക് പോകുമ്പോഴാണ് ഉലൂഫ് പറയാം. ഖുർആനിൽ ഉള്ള പറയുണ്ടല്ലോ, നിങ്ങൾ ആയിരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആയത്തുണ്ട്. അവിടെ ആ ഉലൂഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 10,000-ന്റെ മുകൾക്ക് പോകണം. നഫർ എന്ന് പറയും സംഘത്തിന്, അത് 10-ന്റെ താഴേക്ക് വരണം. ബിള എന്ന് പറയും, അത് 3-9-ന്റെ അടിയിലാണ്. അങ്ങനെയൊക്കെ ഓരോ കണക്കുകളുണ്ട്. അപ്പോ ഒരു ജമാഅത്ത് എന്ന് പറയേണ്ടത് ഒരു ചെറിയ സംഘത്തിന് ജമാഅത്തിന്, ഇപ്പൊ നമ്മളൊരു ജമാഅത്താണ്, എന്നാൽ നമ്മൾ ഒറ്റ സമ്മേളനമൊക്കെ പറയുമ്പോൾ അത് വലിയ സംഘമാണ്. അതിനെയൊക്കെ അറിയിക്കാനാണ് ഈ മഅ്ശർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറഞ്ഞത്. ജിന്നുകളെ മൊത്തത്തിൽ വിളിക്കുകയാണ് യാ മഅ്ശറൽ ജിൻ, ജിന്ന് സമൂഹമേ, ജിന്ന് സമൂഹമേ. അത് വലിയ സംഘാണെന്നല്ല കേട്ടോ. അപ്പൊ മഅ്ശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് കേട്ടിട്ടില്ലേ? വെള്ളിയാഴ്ച മുഅദ്ദിൻ ഉസ്താദ് വിളിക്കേണ്ടത് മഅ്ശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്, മുസ്ലിം സമൂഹമേ, സംഘമേ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നല്ലേ പറയേണ്ടത്. നമ്മളെ പള്ളികളിലൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ്, ഖുത്ബന്റെ മുമ്പ്, ജുമുഅക്ക് മുമ്പല്ല ഖുത്ബന്റെ മുമ്പ് ഒരു മഅ്ശറ വിളിയുണ്ട്. മഅ്ശറ അതായത് പറയുന്ന അങ്ങനെ പറയാം, മഅ്ശറ വിളി. വാളെടുക്കാന്ന് പറയല്ലേ, വാളെടുക്കാനെന്ന് ആരാ? ഉസ്താദിലും പോലെ ആരാ വാളെടുക്കാൻ? പുറത്തുനിന്നാലും കേട്ടാൽ റബ്ബേ എമ്മാതിരി പള്ളിയിൽ അതല്ലാണെന്നാ കരുതുക. വാളെടുക്കാന്നൊക്കെ കേൾക്കുമ്പോൾ ആ വാള് കണ്ടാൽ തന്നെ തെറ്റിദ്ധാരണ വരും. അതൊത്തിനും പറ്റൂല. അതവളെ മരം പെയിന്റ് അടിച്ചുകൊണ്ട് ഉഷാറാക്കി കേൾക്കണം, അത് മതിയാണ്. പിന്നെ ഞങ്ങളെ പള്ളിക്ക് പുതിയ മെമ്പർ കൊടുന്നപ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ 3-4 ഈ റമദാന്റെ തൊട്ട് മുമ്പ്, അപ്പം എന്നോട് അവിടുത്തെ കുട്ടികൾ വിളിച്ചു, നമ്മൾ ഒറിജിനൽ വാളാക്കിയാലോ വെച്ചുകൊണ്ട് ഒരു ഒറിജിനൽ വാളെന്നെ ആക്കിയാലോ എന്ന് വെച്ചുകൊണ്ട് വിളിച്ചു. ഞാൻ പറഞ്ഞ മക്കളെ ഇതന്നെ എമ്പാടുമാണ്, നിങ്ങൾ അതൊക്കെ തെറ്റിദ്ധാരണ വരുമൊന്നും വേണ്ടാന്ന്. ഒരു ഉഷാറാക്കിയതാണ് ഒരു ഒറിജിനൽ വാളൊക്കെ. അത് വാളോ ഒരു പിന്നെ വില്ലൊക്കെ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഒരു കുന്തം വാളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വടിയൊക്കെ ആയാൽ മതി. ഇപ്പോൾ സംഗതി നമ്മളെല്ലാം ഉഷാറാക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി 1.5 വാളാണ് ആക്കാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോ എന്തായാലും ഈ മഅ്ശറ വിളി നമ്മൾ കേട്ടതാണ്. അപ്പോ ഇവിടെ അള്ളാഹു വിളിക്കുന്ന എങ്ങനെയാണ്? യാ മഅ്ശറൽ ജിൻ, ജിന്ന് സമൂഹമേ, ഖദിസ്തക്സർതും മിനൽ ഇൻസ്, മനുഷ്യരിൽ നിന്ന് ധാരാളം ആളുകളെ നിങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ടല്ലോ. ഇതെവിടുന്നാ പറയേണ്ട? നിങ്ങൾ മഅ്ശറിന്നാണ്. നാളെ നരകത്തിൽ വെച്ചിട്ടാണ്. അവിടെ വല്ലാത്തൊരവസ്ഥ. നരകത്തിൽ വെച്ചിട്ടല്ല, ഇതിന്റെ മുമ്പാണെന്നാണ്. ഇനി ശേഷം വരുന്നുണ്ട് നരകത്ത് കോല തെളിക്കുന്നത്. അല്ല, അവിടെ എല്ലാവരും പെട്ടു, ആർക്കും സംശയമൊന്നുമില്ല. ഇതുവരെ തർക്കിച്ചോലൊക്കെ തർക്കം തീരാണ്, എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണ്. അല്ലാഹു തആല പറയാണ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദ്. അപ്പോൾ മനുഷ്യരിൽ നിന്നുള്ള സുഹൃത്തുക്കള്, ഇവരുടെ കൂട്ടുകാര് പറയും റബ്ബേ റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദ്, ഞങ്ങൾ ചിലരെ നല്ലോണം ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞെന്താ വെച്ചാല്, ഈ ജിന്നുകളെ മൊത്തത്തിൽ വിളിച്ചാലും ശൈത്താന്മാരും കൂടി അതിൽ പെട്ടു. അപ്പൊ ഈ ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരാണ് നമ്മൾ എന്ത് ചെയ്ത് പഴിപ്പിച്ചത്. അവര് നമ്മൾക്ക് തെറ്റായ ഒരുപാട് ചിന്തകൾ, നമ്മളെ വഴി തെറ്റിക്കാനായിട്ട് ഒരു ചോര നടക്കുന്നിടത്ത് കൂടി ഒരു നടന്നു നമ്മളെ പഴിപ്പിച്ചു. അതാണ് ഞങ്ങളിൽ നിന്ന് ചിലരെ എന്തായി പിന്നെ അത് ഉപയോഗപ്പെടുത്തി എന്ന് ഈ ശൈത്താന്മാരെ കൂട്ടാര് പറയാണ്. നമ്മളിപ്പോ ഹിസ്ബു ശൈത്താനും ഉണ്ട്, ഹിസ്ബുള്ളിയുണ്ട്. ഖുർആൻ പറയുന്നു തീവ്രവാദി വാദ സംഘടന അല്ല കേട്ടോ. അള്ളാന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മോമിനിയങ്ങൾ ഓലെടുത്ത് അനീതി വരൂല. ഹിസ്ബുള്ള എന്നൊക്കെ പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോൾ അതിനുപടിയും വേരുണ്ടോന്ന് കരുതും. അതല്ല, ഉലായിക്ക ഹിസ്ബുല്ലാ എന്ന് പറയുന്നുണ്ട് ഖുർആനില്. അവർ അള്ളാന്റെ പാർട്ടിക്കാരാണ്. നല്ല നല്ല പേരുകളൊക്കെ എന്ത് ചെയ്യും? ദുരുപയോഗപ്പെടുത്തും.
ഹിസ്ബു ഷൈത്താൻ എന്ന ഷൈത്താന്റെ പാർട്ടി എന്നാണ്. അപ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗപ്പെടുത്തി ആ സംഗതി ഇനി നിഷേധിക്കാൻ കഴിയൂല. അപ്പൊ അവിടെ വെച്ച് ആ കാര്യം തുറന്നു പറയാണ്. എന്നിട്ട് അവരിങ്ങനെ പറയും, വബലഗ്നാ അജലനല്ലദീ അജ്ജൽതലനാ, നീ ഞങ്ങൾക്ക് കണക്കാക്കിയ നിശ്ചയിച്ച അവധി ഇതാ സമാഗതമായിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇത് തർക്കേന് ചിലർക്ക് പരലോകമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ല, അതൊക്കെ വെറുതെ ആളുകളെ പേടിപ്പിക്കാനുള്ളതാണ്, ഞെട്ടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആളുകളെ കഴിപ്പിച്ചു. പക്ഷെ നാളെ ആ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യം വരും. ഇവിടെ ജിന്നുകളൊക്കെ ഈ കാര്യങ്ങൾ ജിന്നുകളിൽ മനുഷ്യനൊക്കെ വിളിച്ചിട്ട് അല്ലാഹു തആല എന്ന് പറയണം. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ് ഈ ആയത്തിൽ, ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലാഹു പറയും, നിങ്ങൾക്കുള്ള സങ്കേതം നരകമാണ്, നിങ്ങൾ അതിൽ നിത്യവാസികളാണ്, ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. അപ്പൊ അവിടെ ഒരു സംശയം വരുന്ന കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് ഈമാനില്ലെങ്കിൽ ഓൻ ശാശ്വതമായിട്ട് നരകത്തിലായിട്ട് തർക്കല്ല. പിന്നെ അവിടെ ഇല്ലാമാ ഷാ അല്ലാഹ് എന്താ അർത്ഥം? അല്ലാഹ് ഉദ്ദേശിച്ചൊഴികെ. നോക്കൂ, ആദ്യം അല്ലാഹ് പറഞ്ഞു പിന്നെന്ത്, നിങ്ങൾക്കുള്ള സങ്കേതം ആ നരകാണ്, നിങ്ങളതിൽ നിത്യവാസികളാണ്, അല്ലാഹ് ഉദ്ദേശിച്ചൊഴികട്ടോ. അപ്പൊ ചിലർക്ക് അതിന് ഇളവുണ്ട്, നിത്യവാസികളല്ല എന്നല്ല നേരെ അർത്ഥം വരിക, അങ്ങനെ വരിക. അപ്പോ അതിന് ഒരു വ്യാഖ്യാനം പറയുന്ന എന്താ അറിയങ്ങള്, ഖാല അന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തില് അവിശ്വാസികളെ പറ്റിയല്ല പറയുന്നത്. വിശ്വാസികളിൽ നിന്ന് നോക്കൂ, വിശ്വാസികളിൽ നിന്ന് പിന്നെ ചിലരെന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഓരോ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ട് രണ്ടു കൂട്ടരെയും കൂടി പിന്നെ എല്ലാവർക്കും കൂടിയാണ് പറയുന്നത്. പക്ഷെ നിത്യവാസികളാണെന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ട് ഈമാന് ഇല്ലാത്തോലും ഇല്ലാമാ ഷാ അല്ലാഹ് എന്ന് പറയേണ്ടോല് ആ ഒഴിവാക്കുന്ന ആരാണ്? അടിസ്ഥാനപരമായിട്ട് ഓൽക്ക് വിശ്വാസമുണ്ട്, ചില തെറ്റുകൾ വന്നു, അതല്ല പുറത്തു കൊടുത്തില്ല ഓലാണെന്നാണ്. അല്ലെങ്കിൽ ആ പറയുന്നത് പിന്നെ എന്തല്ല, അന്നാറു മസ്വാക്കുന്നുള്ളോട് ബന്ധിച്ചിട്ടല്ല ഇല്ലാമാ ഷാ അല്ലാഹ് എന്ന് പറയുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇല്ലാമാ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ദുന്യാവിൽ അല്ലാഹ് ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങി നന്നായവരൊഴികെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശരിയായി. നാളെ നരകത്തില് നിത്യവാസികളാണ് ആരൊഴികെ? ആരൊഴികെ? തൗബ ചെയ്ത് മടങ്ങിയൊഴികെ. അങ്ങനെ തന്നെ ഇപ്പോ എത്ര വലിയ അവിശ്വാസികളായ ആളുകള്, മഹാതമ്മാടിത്തരം ചെയ്ത ആളുകള്, അവരൊക്കെ വലിയ മാറ്റങ്ങൾ വന്നില്ല. അവിശ്വാസികളായ ആളുകൾ, പരദൈവങ്ങളെ ആരാധിച്ചിരുന്ന എത്രയോ ആളുകള് അത് ആ തെറ്റ് തിരുത്തിയിട്ട് ഒരു നന്നായില്ലേ അല്ലെ? എത്രയോ ആൾക്കാർ നന്നായിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു എങ്ങനെ ശല്യം ചെയ്ത ആളാണ്. തൗബയ്ക്ക് ഒരു ഉദാഹരണം പറയാം. കഅബ് റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താൻ പറ്റുന്ന രൂപത്തിൽ മുഴുവൻ മൂപ്പര് പാട്ട് പാടിയിട്ട് ഇകഴ്ത്തി. നല്ല കവിത, നല്ല കവിത അല്ല, പക്ഷെ നല്ല പ്ലാസമൊപ്പിച്ച് മൂപ്പരെ കവിതയിൽ വരേണ്ട എന്താ നബിക്കെതിരെയാണ്. ആൾക്കാരതാണ് ഏറ്റുപിടിച്ചു. ഇയാളിങ്ങനെ പാടും, ആൾക്കാരതാണ് ഏറ്റുപിടിക്കും. ഏട്ടങ്ങാറായി. അവസാനം മൂപ്പർക്ക് വധശിക്ഷ വിധിച്ചു. അതിന് മൂപ്പര് നാടുവിട്ടു. പിന്നെ മൂപ്പർക്ക് മനസ്സിൽ മാറ്റം വന്നു. നാട്ടിലേക്ക് വരാൻ വേണ്ടിയൊന്നല്ല, ആത്മാർത്ഥമായിട്ട്. അങ്ങനെ മൂപ്പര് പ്രച്ഛന്ന വേഷത്തിൽ തിരുവനന്തപുരത്തെ അരികെ വന്നു. ഇങ്ങനെ കഴിവ് വന്നാൽ സ്വീകരിക്കുന്നു. അതിന് മൂപ്പര് വേഷം മാറ്റി. അപ്പൊ കഴിവാണ്. വേഷം മാറ്റാതെ വന്നാലേ ചിലപ്പോ വരുന്ന വഴിക്കുന്ന അടിയിട്ടു. റസൂൽ ഓർഡർ ചെയ്താണ്. അത് നിർബന്ധിത ഘട്ടത്തിൽ അയാളെ ശല്യം തീരാൻ അയാൾ പേടിച്ചു. പക്ഷെ മൂപ്പർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുത്തു. അങ്ങനെ ഖുർആനിൽ അല്ലാഹു ഒരു ആയത്തിറക്കി. ഏത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആയത്തിറക്കി. വശുഅറാഉ, തൗബന്റെ ഉദാഹരണം പറയാണ്. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ. അപ്പൊ വന്ന് കഅബ് റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് ഇതിൽ പറയുന്നത് എന്താ? പാട്ടുകാരെ പിൻപറ്റുന്നവർ അവര് ദുർമാർഗികളാണ്.
ഈ കവിതന്റെ പിറകെ പോകുന്നവര്, അതിനെ പിൻപറ്റുന്നവര് ദുർമാർഗികളാണ്. അല്ലാഹു തആല പറയാണ്, അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ. എന്താ പാട്ടുകാർ മോശമായത് അറിയങ്ങള്? ഈ കവികളുടെ സ്വഭാവം എന്താ? അവര് ഭാവനകളുടെ താഴ്വരകളിൽ അലഞ്ഞടക്കുന്നവരാ. പറയേണ്ടത് സത്യം ഉണ്ടായിക്കോളന്നില്ല, അങ്ങനെ പെരുപ്പിച്ചു പാടും. ഈ ആയത്തിറങ്ങിയപ്പോ കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ ഇപ്പൊ നമ്മള് പാടണോ? നമുക്ക് പാട്ടുകാര് മോശമാണല്ലോ. അല്ലാഹു തആല ആ ആയത്തിനെ പൂർത്തീകരിച്ചു കൊടുത്തു. ഇല്ലല്ലദീന ആമനു, വിശ്വാസികളായ കവികളെ ഒഴികെ, വഅമിലുസ്സാലിഹാത്ത്, സുഹൃതങ്ങൾ ചെയ്യുന്ന കവികളൊഴികെ, വദക്കറുല്ലാഹ കസീറാ, അല്ലാഹനെ ധാരാളം സ്മരിക്കുന്ന മുഅ്മിനീങ്ങളായ കവികളും ഒഴികെ, വൻതസറൂ മിൻ ബഅദി മാ ളുലിമൂ, അക്രമത്തിന് വിധേയരായതിന്റെ ശേഷം അതിന് പ്രതികാര നടപടി സ്വീകരിക്കുന്നവരും ഒഴികെ. അതായത് കവിതയിലൂടെ നബിയെയും ഇസ്ലാമിനെയും ഇകഴ്ത്തുന്നവർക്ക് അതേ നാണയത്തിൽ കവിതയിലൂടെ മറുപടി കൊടുക്കണം. അതിന് കവികൾ വേണം എന്നാണ്. മനസ്സിലായോ? അപ്പൊ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 1 ഈമാൻ വേണം, 2 അമലു സ്വാലിഹാത്ത് വേണം, 3 അല്ലാഹനെ സ്മരിക്കണം, 4 കവിതയിലൂടെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാം. കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദ് വാളുകൊണ്ട് മാത്രല്ല, നാവ് കൊണ്ടും കൂടി ഉണ്ട്. കഅബ അതാണ് നിങ്ങൾ നിർവഹിക്കുന്നത്, ധൈര്യമായിട്ട് എന്നോളിയാ നോക്കി നിങ്ങൾ. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഇതുവായിരുന്നു, അസ്സാർ റളിയല്ലാഹുവിന് വേണ്ടി അങ്ങനെ ഇതുവായിരുന്നിട്ടുണ്ട്. അവിടെ വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, എന്തേലും ഉപരി ശല്യം എന്നറിയങ്ങൾ ഒരു കാലത്ത് അത്രക്കും പിന്നെ നബിനെ ദ്രോഹിച്ച ആളാ. പക്ഷേ പിന്നെ ആരായി? മുത്തനബിന്റെ പുതപ്പ് ഗിഫ്റ്റ് കൊടുത്തു, നബി തങ്ങൾ തന്നെ കൊടുത്തു. അതാ അപ്പൊ തൗബ ചെയ്ത അത്രേ ഉള്ളൂ. മടങ്ങാൻ അല്ലാഹു തആല ഹിദായത്തിന് കൊടുത്ത ആദ്യം എങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. വഹ്ശി റളിയല്ലാഹു അൻഹു അതിന്റെ വലിയ ഉദാഹരണമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ഉദാഹരണമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് പാട്ട് പോലും പാടി, കവിത പാടി. ഒരു കാലത്ത് നബിനെ വല്ലാതെ ദ്രോഹിച്ചാണ് കിട്ടുന്ന ചാൻസിലൊക്കെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശം. എന്ത്? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ അതെന്താ കൊണ്ടുള്ള ഉദ്ദേശം? തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. ഓല് നരകത്തിൽ ശാശ്വതരല്ലട്ടോ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നാണ് ആ പറയുന്നത്. എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇനി വേറൊരർത്ഥം ഉണ്ട്. അതിനെന്തറിയോ? ഈ ഇല്ലാമാ ഷാ അല്ലാഹ് പറയുന്നത് അത് ഒരു തരത്തിൽ കുതിരാക്കുകയാണെന്നാണ് ഒരു അഭിപ്രായം. നമ്മൾ പറയല്ലോ ഒരാളെ ഒരുമാതിരി ആക്കി പറയാന്നുള്ളത്. അതെന്താ അറിയാ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഈ നരകാവകാശികളെ പിന്നെ നരകാവകാശികളോട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരും അത്രേ. എന്ത്? പിന്നെ നിങ്ങൾ എന്നാണ് അങ്ങോട്ട് പോയിക്കോളിയാറ്. അതായത് ഒരു നരകത്തിലാണ്, ശാശ്വതർ തന്നെയാണ്. ഇനി ഇല്ലാമാ ഷാ അല്ലാഹ് പറഞ്ഞാ അള്ളാഹ് ഉദ്ദേശിച്ചവരൊഴികെ പറഞ്ഞാല് ഒരെ കുതിരാക്കുകയാണ്. ആ ചെറിയൊരു പ്രതീക്ഷണ വരുമല്ലോ, കഴിച്ചിലാകുന്നു. എന്താ സംഭവം എന്നറിയങ്ങള്? അതികഠിനമായ ശിക്ഷ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മുത്തനബി തങ്ങൾ പറയാണ്, അല്ലാഹു തആല ഇവരെ ആ ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്കാണ് മാറ്റും. അപ്പോൾ ഓൽക്ക് തോന്നും, ഓ ഇല്ല രക്ഷപ്പെട്ടുട്ടോ. പക്ഷെ അവിടെ എത്തുമ്പോൾ ഓൽക്ക് അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആദ്യത്തോട്ട് തന്നെ പോകാൻ നമ്മളുണ്ടല്ലോ, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞടക്കും, അപ്പോൾ ആശ്വാസം കിട്ടുമെന്ന് കരുതിയിട്ട് ഇല്ല കിട്ടണില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കിട്ടുമെന്ന് കരുതും. എന്നും മാതിരി തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഓല് ആശ്വാസം തോന്നുന്നു കരുതി വരികയാണ്. അവിടെ വരുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ആദ്യത്തോടത്ത് തന്നെ മടക്കണേനാതാണ്. അതിനെ ഉദ്ദേശിച്ച് ഓലെ പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ് ഇത്. എന്തായിരുന്നാലും ഒരു ഇവൽക്കുണ്ടല്ലോ ഒരു പ്രതീക്ഷ. ഇവരിങ്ങനെ പറയാത്രേ, രക്ഷപ്പെടുത്തണേ ഒരു പ്രതീക്ഷ ഓൽക്കുണ്ടാവും അത്രേ. അത് ഏതുവരെ ഉണ്ടാവും എന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരണമെന്ന് പറയുന്ന വസ്തുതയെ, ആ സത്യത്തെ ഒരു ആടിന്റെ രൂപത്തിൽ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലേക്ക് അല്ലാഹു കൊണ്ടുവരും. ഇതിന്റെ രൂപം നമുക്കറിയില്ല. എപ്പോഴറിയങ്ങള്? ഈ പിന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ട തെറ്റുകാരുണ്ടാവും, അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ല, ദോഷം പുറത്തു കൊടുത്തിട്ടില്ല. അങ്ങനെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് ദോഷികളുണ്ടെങ്കിൽ ആ മുഅ്മിനീങ്ങളെ എന്ത് ചെയ്യും? നോക്കൂ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ദോഷികളെ എന്ത് ചെയ്യും? അവസാനം നരകത്തുനിന്ന് ഇങ്ങനെ ഒക്കെ കയറ്റുകയാണ്, ഒരൊക്കെ സ്വർഗത്ത് കടത്തി.
ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ഇനിയിപ്പം നരകത്തിലുള്ളവരൊക്കെ ശാശ്വതരാണ്. സ്വർഗത്തുനിന്ന് പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് പോരൂല്ല. ഒരാളെ സ്വർഗത്തിലാക്കിയിട്ട് ജൈന മാത്രമൊക്കെ ചെയ്തിട്ടുള്ളൂ, ഞാൻ പോയിക്കോ അറിയില്ല. നേരെ തിരിച്ചാണ്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടല്ലില്ല, അവിടെ ശാശ്വതം തന്നെയാണ്. നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ ഇടങ്ങാറാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനിപ്പോ തോനൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിച്ചിലാകല്, ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും ചെയ്യും. നന്മകളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നരകത്തിൽ നിന്ന് ഇനി കയറ്റാനുള്ളവരൊക്കെ സ്വർഗത്തിലേക്ക് കയറ്റി, മുഅ്മിനീങ്ങളൊക്കെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ആളെയും കയറ്റി കഴിഞ്ഞാൽ ഇനിയുള്ളവരൊക്കെ രണ്ട് ഭാഗത്തും ശാശ്വതരാ. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്യും? മരണത്തെ ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അറുക്കുന്നതാണ്. ഇതിന്റെ രീതി ഇപ്പൊ നമുക്കറിയില്ല, കെട്ടുകഥല്ല, പഴങ്കഥല്ല. അതിന് കഴിഞ്ഞാൽ പിന്നെ ഇനി നരകാവാസികൾക്ക് പ്രതീക്ഷ ഉണ്ടോ? ഒരു ദയും അല്ലാഹു തആല അവിടെ കാണിക്കൂല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായിരുന്നാലും അതൊക്കെ വല്ലാത്തൊരു രംഗാണ്. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഇന്ന റബ്ബക ഹകീമുൻ അലീം. തീർച്ചയായിട്ടും നിന്റെ റബ്ബ് ഹക്കീമാണ്, അലീമാണ്. ഓന് തത്വജ്ഞാനിയാണ്, ഓന് നല്ല യുക്തിമാനാണ്. ഓനറിയാം എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളിയുന്ന ഇബ്രാഹിം സൂറത്തില് ഇവിടെ ഇപ്പൊ ജിന്നുകളെ വിളിച്ചല്ലോ. ജിന്ന് ശൈത്താന്മാരുടെ നേതാവായിരുന്നു. എന്ത്? അബുൽ ബഷർ എന്ന് പറയും പോലെ അബുൽ ജിന്ന്. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഓന അഗ്നിയുടെ ഒരു പ്രസംഗപീഠത്തിൽ കയറ്റി നിർത്തും അത്ര. ഒരു സിംഹാസനം, അഗ്നിയാണത്. അതിൽ വെച്ചിട്ട് ഓന്റെ ഒരു പ്രസംഗമുണ്ട്. ഞങ്ങളെ ആരും പയപ്പിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങളെന്തിനാ എന്റെ പിന്നാലെ കൂടിയത്? കയ്യൊഴിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നരകത്തിൽ വെച്ചിട്ട് കയ്യൊഴിയാ. നമ്മൾ പറയാത്ര മനുഷ്യന്മാര് പടച്ചോനെ അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് അതൊന്നും ഇവിടെ മുഴുവൻ ഈ ആയത്തിൽ പറയുന്നില്ല. ഇവനാണ് ഞങ്ങളെ പഴപ്പിച്ചത്, വഴി തെറ്റിച്ചത് എന്നൊക്കെ പറയുമ്പോ ഇബ്ലീസ് പറയുന്ന എന്താ? ഞങ്ങൾ ആരും നിർബന്ധിപ്പിച്ചിട്ടില്ല, നിങ്ങളിന്റെ കൂടെ കൂടിയതല്ല, അതുകൊണ്ട് അനുഭവിച്ചോളി. ആരും ആരും പിന്നെ ആക്ഷേപിക്കേണ്ടതാണ് ഇബ്ലീസ് പറയാ. നോക്കി നിങ്ങള് ഇബ്ലീസ് ഇങ്ങനെയും പറയണ ഒരു സമാധാന, മക്കളെ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ലേനോ, നമ്മളൊക്കെ ഒന്നും സാരല്ല കേട്ടോ, എന്താ ചെയ്യണോ? അതുമില്ല, കുതിരാക്ക അവിടെ. ആരെ എന്റെ ഒപ്പം കൂടാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്റെ ഒപ്പം കൂടിയാ, ഞാൻ നിർബന്ധിപ്പിച്ചിട്ടില്ലല്ലോ, ഞാൻ പ്രേരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ എന്തിനാ വന്ന്? അതുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കണ്ട, എനിക്ക് നിങ്ങളത് തടയാനും ഇന്റത് തടയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയൂല. അതുകൊണ്ട് നീ നമ്മളെ അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ല. അതൊക്കെ ഭയങ്കര ഉജ്ജ്വലമായ പ്രസംഗമല്ല. അവന്റെ പ്രസംഗത്തെ പറ്റി ഖുർആൻ നേരെ പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ. പക്ഷേ അതാ സങ്കടകരമായൊരവസ്ഥയാണ്, വല്ലാത്തൊരു രംഗാണത്. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് അതിനൊരു മറുമരുന്ന് നമ്മൾ കാണേണ്ടത്. ഇനി അടുത്ത ആയത്തൊക്കെ അതിൽ പൂർത്തിയാവും. വീണ്ടും പറയാണ്, വകദാലിക നുവല്ലി ബഅ്ളല്ലാലിമീന ബഅ്ളം ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല പറയാണ്, അപ്രകാരം നുവല്ലി ബഅ്ളല്ലാലിമീന ബഅ്ളം ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അവരിൽ നിന്ന് ചിലർക്ക് ചിലരെ നാം മിത്രങ്ങളാക്കി കൊടുക്കുന്നതാണ്. നോക്കൂ, ചിലർക്ക് ചിലരെ മിത്രങ്ങളാക്കുന്ന പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരും അതുപോലെ തന്നെ ശൈത്താന്മാര് ഒക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രങ്ങളാണ്. അതാണ് എങ്ങനെ ഉപദേശങ്ങളും മറ്റും കൊടുത്താലും ചില ആൾക്കാർ സ്വീകരിക്കൂലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ജീവിതത്തിൽ എല്ലാ കാലത്തും ഇനിയിപ്പോ മദ്യപാനികളാണെങ്കിൽ നമ്മളോടൊന്നും പറയാൻ വരണ്ട കേട്ടോ, ആയും തന്നെയാണ് പറയും, ആയും തന്നെ അങ്ങനെ പറയും. അത് ഇബ്ലീസ് സമ്മതിക്കൂല. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഏതാരങ്ങള് വിട്ടുവീഴ്ച ചെയ്യൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം, ഇവങ്ങൾ പ്രോത്സാഹിപ്പിച്ചാണ്. പക്ഷെ ഇബ്ലീസ് സമ്മതിക്കൂല. ഇബ്ലീസിന് നേരെ തിരിച്ചാണ്. എൻ്റെ ഒരു സഹോദരന് ഈ ആഴ്ച, ഒരു സുഹൃത്തെ ഈ ആഴ്ച ഒരു മരത്തിൻ്റെ അതുണ്ട്. അപ്പൊ മരം വാങ്ങാൻ പോയി ഒരു സ്ഥലത്തേക്ക്. അപ്പോ മരം വെട്ടണം, പണിക്കാരെ കൊണ്ടുപോയി. അപ്പൊ അടുത്ത വീട്ടുകാരൻ പിന്നെ ഈ മരത്തിന്റെ പിന്നെ ആള് ആ വീട്ടുകാരൻ പറഞ്ഞു, അത്ര വെട്ടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, അതിന്റെ അടുത്തുള്ള മതിൽ നമ്മളതല്ല, അയ്യമ്മങ്ങാനും തട്ടിയാല് അയാൾ ഭയങ്കര ചോറയാണെന്ന് പറഞ്ഞു.
ഇവര് നല്ല വിദഗ്ധരാണ്, അതിലൊന്നും തൊടാതെ നമ്മളൊക്കെ വെട്ടിയിറക്കുന്ന പറഞ്ഞു. ഒരു സംഗതിയൊക്കെ ഉഷാറായിട്ട് വെട്ടിയിറക്കി. പക്ഷെ ഇത് കൊണ്ടുപോകാനുള്ള ലോറി ഇങ്ങനെ കൊടുന്നപ്പം അതിൽ തട്ടി ഹോളോ ബ്രിക്സിന്റെ ആന കൊയിഞ്ഞാടിയാണ്. അപ്പൊ ഇത് ഏറ്റെടുത്ത് നടത്തേണ്ട ആൾ അപ്പം അവിടെ അല്ല. അയാൾക്ക് ഇയാൾ വിളിച്ച പോരോ ഈ മതിലിന്റെ അപ്പുറത്ത് വീട്ടാരം വിളിച്ചിട്ട് പെരുഞ്ചാതി ചീത്ത കാര്യം പറയാതെ. ഇയാൾ നമ്പർ മാറി വരികയാണ്. ഇയാൾ നമ്പറൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് വിളിച്ചത് പെരും ചീത്ത. ഇത് പറഞ്ഞ പോലെ ഞാൻ മതിലിവിടെ പൊളിച്ചുകൊണ്ടു ആന അങ്ങനെ എങ്ങനെ. അപ്പൊ പറഞ്ഞ പോലെ വലിയ ആചാര്യൊക്കെയാണ്. അത് പ്രശ്നമാക്കേണ്ട ആചാര്യ, ഞാൻ അത് കെട്ടിച്ചരാ. എങ്ങനെയാണ് കെട്ടല്? അത് പൊളിഞ്ഞാടാനായ മതിലാണ് പോലെ. ചില റോട്ടിൽ നിന്ന് സൈഡ് വരില്ല, വണ്ടി തട്ടിയെങ്കിൽ എഴുതിക്കാണ്ട് തട്ടാ നിൽക്കാറും. അങ്ങനെ കുറെ അക്ഷരക്കണ എടുക്കാറുണ്ട്. തന്നെ മാറൂല, കുടുക്കണ് ഇടങ്ങാറാക്കും. കുളിപ്പിച്ചെടുത്ത് അറിയില്ല നമ്മൾ. അതേമാതിരിക്ക് അയാള് അതിൽ ഇയാൾ ഉടനെ തന്നെ വണ്ടി എടുത്ത് ചെന്നു. വണ്ടി എടുത്ത് ചെന്നപ്പോ കാര്യമായിട്ടൊന്നുമില്ല, ആ മതില് പൊളിഞ്ഞാടിയാണ് നന്നാക്കിയാണ്. ഇയാൾ പറഞ്ഞ പോലെ ആ മതില് ശരിക്കും പടുക്കാതെ ലോറി ഇവിടെ നിന്ന് അനങ്ങാൻ ഞാൻ സമ്മതിക്കൂല, സാധനം കൊണ്ടുപോകാനേക്കൂല. പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്, നിങ്ങളിത് പിന്നെ ബുദ്ധിമുട്ടാക്കല്ലേ, ഈ പണിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ ഇത് ഞാൻ നാളെ തന്നെ കെട്ടിച്ചേരാം. പറ്റൂല. അങ്ങനെ അതാ വണ്ടി അവിടെ ഇട്ടോലെ എല്ലാവരും പോന്നു, സാധനം ഇട്ടാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആദ്യം ഈ പണിക്കാരെ കൊണ്ടുപോയിക്കാണ്ട് മതിലൊക്കെ ഫുള്ള് കെട്ടി കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ പോലെ കെട്ടാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു അപ്പുറത്ത്, അതും കൂടി കെട്ടി തന്നാലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ പോലെ. നമുക്കിന് തോന്നും മൂപ്പരെ റേഷൻ കാർഡും കൂടി ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ ഇന്ന് അതും കൂടിയാണ് എത്തിച്ചു കൊടുക്കാൻ. അയൽവാസികളൊക്കെ ഇടപെട്ട് പറഞ്ഞു ഒരു ചേരും കൊല്ലം വേണ്ടതിനാണ്. അയാൾ എന്ത് ചെയ്തു, പെരീക്കാണ് പോയി. ഇങ്ങോട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ തെറി പറയണം. ഇതാണ് ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ. ഇതാണ് ശൈത്താനും മിത്രങ്ങളാക്കിയാണ്. ശൈത്താൻ ഇത്ര ഒരു സന്തോഷമുള്ള സംഗതിയില്ല, മരിച്ചു പോകണം എന്നുള്ള ഒരു ചിന്തയില്ല. എത്ര മാന്യമായ സമീപനം സ്വീകരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് കെട്ടിച്ച് മാത്രമല്ല കേട്ടോ, ഈ പെടാത്തും കൂടി കെട്ടിച്ച എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ പറയാം. എന്തായാലും ഉസറുമുളിയില്ല ഞാൻ. ഇതാണ് ആൾക്കാരുടെ അവസ്ഥ. ഒരിക്കലും ഞമ്മക്കൊന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ അമലുകളൊക്കെ വെറുതെ ആവുന്നു. എന്താ അതുകൊണ്ട് കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെറുതെ ശൈത്താന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത്, അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുള്ള ഒരു നിലക്കൊണ്ട് ഒരു ഇഞ്ച് അങ്ങനെ ആകരുത് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്ന ഈ ആയത്തിൽ പറഞ്ഞത്. ചിലരെ മിത്രങ്ങളാക്കി, ചിലരെ മിത്രങ്ങളാക്കി എന്ന് അള്ളാഹു തആല ഇവരെ പറ്റി പറയുന്നതാ. ഒരു ചെയ്ത പ്രവർത്തനങ്ങൾ നിമിത്തമാണ് അങ്ങനായത്. ഇനി നോക്കൂ, അവിടെ നരകത്തിലും അവർ മിത്രങ്ങളായിരിക്കും. ഇനി നോക്കൂ അടുത്ത ആയത്തിൽ പറയുന്നത്. ഇനി വലിയൊരു തത്വം പഠിപ്പിക്കുക കേട്ടോ. അതായത് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ മനുഷ്യരിലേക്കായിരുന്നു. എന്നാൽ അന്ത്യപ്രവാചകൻ മനുഷ്യരിലേക്ക് മാത്രമല്ല ജിന്നുകളിലേക്കും കൂടിയാണ്. അവന് സംശയം വരുന്ന അറിയോ? സുലൈമാൻ നബി അങ്ങനെ തന്നെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മനുഷ്യരിലേക്ക് തന്നെയാണ്. പക്ഷെ ജിന്നുകളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളത് വേറെ നിലക്കാണ്. അത് മൂപ്പരെ അധികാരത്തോടും മറ്റും ബന്ധപ്പെട്ടൊരു വിഷയമാണ്. എന്നാൽ അന്ത്യപ്രവാചകരും അവസാനത്തെ ഗ്രന്ഥമായ ഖുർആനും അത് മനുഷ്യർക്കും ജിന്നുകൾക്കുമുള്ളതാണ്. ഇന്നർക്കും കൂടി അത് മാർഗദർശനാണെന്നാണ്. അതാണ് നബി തങ്ങളെ പറ്റി എന്ത് പറയുന്നത്? നബിയു സഖലൈൻ, ഭാരമേറിയ രണ്ട് വിഭാഗത്തിന് റസൂൽ. ഭാരമേറിയ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ജിന്നു ഇൻസുമാണ്. ഭാരം എന്ന് പറയാൻ കാരണം മനുഷ്യന്മാരും ജിന്നുകളും ഭൂമിയിലാണ്, മനുഷ്യരും ജിന്നുകളും ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഭൂമിക്ക് ഭാരം തന്നെ. ഇനി മാത്രല്ല, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപോലെ തെറ്റുകൾ വരും. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപോലെ തെറ്റുകൾ വരും. തെറ്റുകളെ കൊണ്ടും അവർ ഭാരമാണ്. പാപഭാരം എന്നറിയില്ല നമ്മൾ. അങ്ങനെയുള്ള ഭാരമേറിയ രണ്ട് വിഭാഗത്തിനാണ് മാർഗദർശനം വേണ്ടി വരിക. അതുകൊണ്ടാണ് നബിയുസ് സഖലൈൻ, നബിയുൽ ഖൗനൈൻ എന്ന രണ്ട് ലോകം എന്നാണ്. ദുന്യാവിനും ആഖിറത്തിനും നേതാവാണ്. സയ്യിദുൽ ഖൗനൈൻ എന്നറിയല്ലോ. സയ്യിദുൽ സഖലൈൻ എന്ന് പറഞ്ഞാൽ ജിന്നിനും ഇൻസിനും നേതാവാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ്. അങ്ങനെ ഉണ്ട് നമ്മൾ ഈ ആയത്തുകളിലൊക്കെ ഒരുപാട് ഇതും അറിഞ്ഞെടുക്കേണ്ടത്. ഏതുപോലെ കാലം തന്നെ സത്യം. ഏത് കാലം? റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് മുതൽ വഫാത്താകുന്നതിന്റെ 63 കൊല്ലക്കാലാണ് കൊണ്ട് പ്രധാന ഉദ്ദേശം.
എന്താ കാരണം? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ആ നാടേതാ? മക്ക. മക്കൾക്ക് സ്ഥാനം കിട്ടാൻ കാരണം നബി അവിടെ ജനിച്ചു. അപ്പോ നബി ജനിച്ച നാടിനെ വെച്ച് അള്ളാഹു സത്യം ചെയ്തു. നബിയുടെ ആയുഷ്കാലത്തെ വെച്ച് അള്ളാഹു തആല സത്യം ചെയ്തു. ആ കാലത്ത്. ഇനി നബിയുടെ വയസ്സിനെ വെച്ച് സത്യം ചെയ്യുന്ന വേറെ ആയത്തന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നതുപോലെ ഇവിടെ നോക്കൂ, ഈ ആയത്തിനെ അറിയിക്കുന്നതാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് അലം യഹ്തികും റുസുലും മിൻകും, മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് റസൂല് വന്നിട്ടില്ലായിരുന്നോ? അപ്പോ നമ്മുടെ നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഓൽക്കുള്ള സന്ദേശങ്ങളൊക്കെ അവര് മുഖേന തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ നബിയെ സംബന്ധിച്ചിടത്തോളം നബി വന്നതിന് ശേഷം നബി അവർക്കും കൂടിയാണ് എന്ന് ഖുർആനിലെ ചില ആയത്തുകൾ വേറെ പറയുന്നുണ്ട്. യഖുസ്സൂന അലൈക്കും ആയാതി, എന്റെ ആയത്തുകളെ നിങ്ങളുടെ മേലില്ല ദൂതന്മാരെന്ത് ചെയ്തു? വിശദീകരിച്ചു തന്നു. നമ്മൾ കിസ്സ പറയാറില്ലേ? ഖുർആനിലെ കിസ്സകളുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ ചരിത്രങ്ങൾ അതൊക്കെ പിന്നെ സംഭവിച്ച ഒരുപാട് കഥകൾ, കുറെ ഉദാഹരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ആ പ്രവാചകന്മാർ നിങ്ങൾക്ക് വിശദീകരിച്ചെന്നില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ അവർ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ ആയത്? അതുകൊണ്ടാണല്ലോ ജിന്നുകൾ ഖുർആൻ കേട്ട ഒരുപാട് സംഭവങ്ങൾ, നന്നായ കഥകളുണ്ട്. എനിക്ക് തോന്നുക മനുഷ്യന്മാരെക്കാട്ടിലും ചില ഘട്ടങ്ങളിലൊക്കെ ഉഷാറായതവരാണ്. ഒരിക്കൽ 20ഓളം കേന്ദ്രങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് ജിന്നുകൾ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തിയ സംഭവമുണ്ട്. 20ഓളം സ്ഥലങ്ങളിലൂടെ ഒരു പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആ നഗരത്തിൽ മറ്റോടത്തൊക്കെ പോയി അവസാനം അവിടെ എത്തി. ഒരങ്ങനെ നബിനെ കാണാൻ വേണ്ടി ഇറങ്ങിയൊന്നല്ല, നബിന്റെ അടുത്തെത്തിയപ്പോ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത് കാഫ് സൂറത്താണ്. കാഫ് സൂറത്താണെന്നോ അഭിപ്രായമുണ്ട്, അല്ല പിന്നെ ഇഖ്റ സൂറത്താണെന്നോ അഭിപ്രായമുണ്ട്. വേറെ ചില മുഫസ്സിറുകൾ പറയുന്നത് അത് അർ-റഹ്മാൻ സൂറത്താണെന്നാണ്. ഏതായിരുന്നാലും നല്ല മനോഹരമായ ഓത്ത് ഇവരിങ്ങനെ കേൾക്കുകയാണ്. ഞാനെന്താ ഇത് പറയേണ്ടത് അറിയോ? ഖുർആന് കേട്ടിട്ട് നമ്മളെ ചിലർക്ക് മാറ്റം വരില്ല. നിന്റെ കൂടെ ഞങ്ങട്ട് എത്തിച്ചപ്പോൾ പുതിയൊരാളുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നല്ല കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് വരാൻ മടിയാണില്ലേ, അപ്പൊ നേരെ ലേറ്റ് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാൻ. വെറുതെ പറയാ. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഖ്ലാസോട് കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വിജയം ഉണ്ടാവും. പിന്നെ നമുക്ക് വേറെ ലക്ഷ്യങ്ങളാവുമ്പോൾ നടക്കൂല. ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പള്ളിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാന്നൊക്കെ ചിലപ്പോൾ ഉദ്ദേശം. പിരിവ് എന്നുള്ള അങ്ങനെ നടക്കൂല. അങ്ങനെ ആകുമ്പോൾ പിന്നെ 1-2 ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് കച്ചവടം പൂട്ടും പോലെ കയറി അത് മുതലാവില്ല. കാരണം എന്താ വെച്ചാൽ ബക്കറ്റിൽ കനം കുറവാണ് അറിയാം. അപ്പൊ അത് ലക്ഷ്യം മാറി, ആത്മാർത്ഥല്ല. അപ്പൊ ലക്ഷ്യം മാറിയോണ്ട് പഠിച്ചം വിജയിപ്പിക്കൂല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പല ആളുകളും പിന്നെ ഇനി പറയാൻ പോണ്ട ആയത്തും അതാണ് തെളിയിക്കുന്നത്. ജിന്നുകൾ ആ വിഷയത്തിൽ നമ്മളെക്കാൾ ഉഷാറാ. അതിന് രേഖ പറയാം. 7ഓ 9ഓ ജിന്നുകളാണ് ഈ വന്നത്. അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അന്ന് സുബഹിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ നിസ്കാരമല്ല. 5 വഖത്ത് അള്ളാഹു നിർബന്ധമാക്കുന്നതിന് മുമ്പ് രാവിലെ 2 റക്അത്ത് ഉണ്ടായിരുന്നു. ആ 2 റക്അത്ത് നബിതങ്ങൾ നിസ്കരിക്കുകയാണ്. അതിൽ നബിതങ്ങൾ ഇങ്ങനെ ഓതുകയാണ്. ഈ 3-4 സൂറത്ത് 3 അഭിപ്രായമുണ്ട് ഓതുകയാണ് വിശാലമായിട്ട്. കാരണം വേറെ നിസ്കാരമൊന്നുമില്ലല്ലോ, ഉള്ളതാണ് ഉഷാറാക്കുക, ഓണം പോലെ ആക്കുക അറിഞ്ഞില്ലേ. അങ്ങനെ നന്നായി ഓതുകയാണ്. അതിലൂടെ അങ്ങനെ വന്നു. ഇത് കേട്ടപ്പോ ആ കാലഘട്ടത്തിൽ മക്ക മുശ്രിക്കുകളുടെ നിലപാടെന്താ? ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങളാരും ഖുർആൻ കേൾക്കരുതേ, അഥവാ കേട്ടാൽ ഒച്ചപ്പാടുണ്ടാക്കണേ, എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ആ കാലത്താണ് ഇവർ പറയേണ്ടത്. ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘത്തെ നബിയെ അങ്ങയിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭം. അല്ലാഹു കഥ പറഞ്ഞുതരാണ്.
ജിന്നുകളിൽ നിന്നൊരു സംഘത്തെ ഞങ്ങളെ അടുത്തേക്ക് വിട്ടു. എന്നിട്ടോ യസ്തമിഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനെ ശ്രദ്ധിച്ചു കേട്ടു. ഫലമ്മാ ഹളറൂഹു, അവരങ്ങനെ ഖുർആൻ കേൾക്കാൻ അവരെ ഹാജരായപ്പോൾ ഖാലൂ, അവർ പരസ്പരം പറഞ്ഞു അൻസിതൂ, ഉണ്ടാതക്കൂ. അതുകൊണ്ടല്ലോ ഒരു കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ. ഉണ്ടല്ലോ വലിയ അനൗൺസൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലേ മരിച്ചതാണോ, ജ്വല്ലറിന്റെ പരസ്യമാണോ, പന്തലിന്റെ ആണോ ഒക്കെ നോക്കാനൊരു ശ്രദ്ധിക്കലുണ്ടാവും. ഇവിടെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഈ ജിന്നുകൾ പറയാണ് മിണ്ടല്ലേ. മക്കാ മുശ്രിക്കുകളോ ആ കാലഘട്ടത്തിൽ ഒച്ചുണ്ടാക്കുക, പരമാവധി ആൾക്കാർ കേൾക്കരുത്. നമ്മള് തുപ്പി തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതായിരുന്നു ഒരു സ്വീകരിച്ചു. ജിന്നുകളോ അവര് ഇത് കേട്ടപ്പോ ഉണ്ടല്ലേ എന്താണ് ഈ കേൾക്കുന്നത്. അങ്ങനെ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അങ്ങനെ ആ ഖുർആൻ പാരായണം അത് അവസാനിച്ചപ്പോ അവര് റസൂലുള്ളാന്റെ ഓത്ത് കഴിഞ്ഞപ്പോൾ അത് നിർവഹിക്കപ്പെട്ടു. റസൂലെ ഇന്ന് വിരമിച്ചു. അപ്പൊ ഇവര് അവരുടെ ജനതയുടെ അരികിലേക്ക് താക്കീതുകാരായി പോയി. നോക്കണം, ഇനി ഇവർക്ക് മാറ്റം വരിക. ഖുർആൻ കേട്ട ഈ 7ഓ 9ഓ ജിന്നുകൾ, അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, വേഗം ഇവരുടെ ആളുകളുടെ അരികിൽ, മറ്റുള്ള ജിന്നുകളുടെ അരികിലേക്ക്, 12,000-ഓളം ജിന്നുകൾ ഉണ്ടായിരുന്നാണ് ആ ഓരോ കൂട്ടത്തില്. അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ ഖൗമന, മറ്റുള്ള ജിന്നുകളോട് ചെന്നിട്ട് ഈ 7 ജിന്നുകൾ പറയാണ്, യാ ഖൗമന, ഞങ്ങളുടെ ജനങ്ങളെ, സമൂഹമേ, ഇന്നാ സമീഅനാ കിതാബൻ, ഞങ്ങളൊരു കിതാബ് കേട്ടു. കണ്ടോ, അപ്പൊ ഖുർആനാണ് പറയുന്നത്, ഖുർആൻ ഓൽക്കും കൂടിയാണ്. ഇന്നാ സമീഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ, മൂസാ നബിക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ ഞങ്ങൾ കേട്ടു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ആ ഖുർആനാകട്ടെ അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഗ്രന്ഥങ്ങളെ, അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ശരിവെക്കുന്ന ഗ്രന്ഥമാണത്. മാത്രമല്ല യഹ്ദീ ഇലൽ ഹഖ്, സത്യത്തിലേക്ക് വിളിക്കുന്ന ഗ്രന്ഥമാണത്. വഇലാ ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് വിളിക്കുന്ന ക്ഷണിക്കുന്ന ഗ്രന്ഥമാണത്. അതുകൊണ്ട് യാ ഖൗമന, ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ ജനങ്ങളെ, അജീബൂ ദാഇയല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവന് നിങ്ങൾ ഉത്തരം ചെയ്യണേ. ഈ ജിന്നുകൾ ചെന്നിട്ട് മറ്റുള്ള ജിന്നുകളോട് പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന ആളാരാ? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. വആമിനൂ ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. അതിൽ പെടാത്ത ജിന്നുകളെ പറ്റിയാണ് ഇപ്പൊ ഇന്നത്തെ ആയത്തിൽ പറഞ്ഞത്. വേദനാജനകമായ നരകശിക്ഷ വരാണ്ട് അയിന്ന് പടച്ചോങ്ങളെ കഴിച്ചിലാക്കും, രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, ഞങ്ങൾ ആ ഖുർആനിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങളും വിശ്വസിച്ചോളി. അങ്ങനെ 12,000 ജിന്നുകൾ ഉടനെ തന്നെ എവിടേക്ക് പുറപ്പെട്ടു? മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ വിഷയം അള്ളാഹു നബിയെ അറിയിച്ചു. അങ്ങനെ സഹാബത്തിനൊക്കെ അള്ളാഹു തആല ഖുർആൻ വിശദീകരിക്കുന്ന പോലെ ഇനി ഇവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാനും വിവിധങ്ങൾ പുറപ്പെടാണ്. അപ്പൊ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവരെപ്പോഴും ഒപ്പുണ്ടാവും, നല്ല ഒത്തുകാരനുള്ള ലൈനായിട്ട് നോക്കി എന്തൊരു പോയിന്റ് കിട്ടാൻ. നബി ചോദിച്ചു, നിങ്ങൾ വീറിന് ചോദിച്ചു. അപ്പൊ മൂപ്പർക്ക് ഭയങ്കര ആവേശം, ജിന്നുകൾക്കുള്ള ക്ലാസ് ഒന്ന് കേൾക്കാലോ. അപ്പോ പിന്നെ വിധങ്ങൾ പറഞ്ഞു, നല്ല ധൈര്യം വേണം തന്നു. അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട് എന്നുള്ളടത്ത് അതിന് പറ്റത്ര നിങ്ങൾ പോണില്ല എന്നുള്ള രൂപത്തിൽ. അങ്ങനെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അഹ്ഖാഫ് സൂറത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഇതിലാണ് ഈ വിഷയം പറയുന്നത്. അങ്ങനെ പോയി നബി പറഞ്ഞു, ഇവിടെ നിൽക്കണം പറഞ്ഞു, ഇവിടെ വരുന്നതാണ്. അങ്ങനെ ഒരു വരണ വരച്ചു നബിതങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വരന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. അപ്പോ അതിലൊക്കെ എന്താ അത്ര വലിയ കാര്യം എന്ന് കരുതും, അവിടെ നിന്നോർത്താ പോരെ. ഇവരവിടെ നിന്നു. കുറച്ചന് കഴിഞ്ഞപ്പോ സാഹചര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ മൂപ്പർക്ക് അനുഭവപ്പെടാണ്. 12,000 ജിന്നുകളുടെ സാന്നിധ്യം കുറച്ച് അള്ളാഹ് കാണിച്ചു കൊടുക്കണം. പണ്ട് അൽ ബഖറ സൂറത്ത് ഓതിന ഒരു സ്വഹാബിയെ,
അതിൽ അദ്ദേഹത്തിൻ്റെ കുതിരനെ പുറത്ത് പിന്നെ കെട്ടിയിട്ടിരുന്നു. അതിൽ മൂപ്പര അൽബക്കറിങ്ങനെ ഓതുമ്പോൾ കുതിരൻ ചാടും. അതിൽ അവിടെ എന്തെങ്കിലും അതിനെ ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പുറത്തിറങ്ങി നോക്കാം. അപ്പോൾ ഒന്നും കാണില്ല, കുതിര ചാട്ടം നിർത്തി ചെയ്തു. ഒരു തിരിച്ചു വന്നാണ്ട് വീണ്ടും ഓതും. അൽക്കഫാണെന്ന് അഭിപ്രായമായിട്ട് അതിൽ വീണ്ടും ഇത് ചാടും. അതിൽ മൂപ്പര് വീണ്ടും നോക്കും എന്താ അപ്പൊ കാണൂല. ഇത് കോളിയം ബെല്ലടിച്ചാണ് മാറിക്കും പോലെ. 3 വട്ടം ആവർത്തിച്ചപ്പോ മഹാനായ ആ സ്വഹാബി മേലക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു പ്രകാശം ഇങ്ങനെ പോണുണ്ടോ. അങ്ങനെ അതൊന്ന് രാത്രിയല്ലേ, അത് കഴിഞ്ഞു. പിറ്റേന്ന് സുബൈക്ക് ജമാഅത്തിന് ചെന്നപ്പോ നബിയോട് ഈ വിവരം പറഞ്ഞു. റസൂല് ചിരിച്ചു പറഞ്ഞു, ക്ഷമ ഉണ്ടായില്ല. അല്ലെങ്കിൽ മലക്കാള് ഖുർആൻ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ അറിയാത്തോണ്ടാണ്. പക്ഷെ അതൊന്ന് നേരെ കാണിച്ചാലുള്ള പരിപാടിയാണ്. ഓരോ നിമിഷം നോക്കണം നിങ്ങള് ഓത്ത് നിർത്തിയോടുകൂടെ മലക്കാള് പോയി. മലക്കാളുടെ സാന്നിധ്യം കാരണമായിരുന്നു കുതിര ചാടിയിട്ടത്. അങ്ങനെ ചിലതുണ്ട്. ഇപ്പൊ ഇവിടെ മലക്കാളും ജിന്നകളൊക്കെ ഉണ്ടാവും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാണാത്ത ഭാഗ്യമാണ്. ചവിട്ടാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ കാലിങ്ങനെ അങ്ങോട്ട് പൊക്കിയിട്ട് ഇങ്ങോട്ട് പൊക്കിയിട്ടൊക്കെ ഈ മലക്കാണ് എന്താണ് അങ്ങനെയുണ്ടല്ലോ. അയ്യോ അല്ല കൂടണ്ടാവും. ഒരു നമ്മളെ കൂട്ടത്തിലൊരു വിവാഹം വന്നില്ലേ, മേശന്റെ വലിപ്പടക്കുമ്പോ ശ്രദ്ധിക്കണം, ജിന്നിനെ കൂട്ടി അടക്കുന്നില്ല, പുസ്തകത്തിൽ എഴുതിയാണ്. അങ്ങനെ വല്ലാതായ്മ കൂടിയാല് അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു പോലെ പഠിച്ചത്. എന്നാല് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ പഠിച്ചവന്റെ തീരുമാനം. അതിലെന്തേ കാര്യങ്ങൾ മൂപ്പര് വീഴാൻ പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ആകെപ്പാടം കെട്ടി പിടുത്തം വിട്ടുപോയി. ആകെ പേടിച്ച് ആകെ ഭയവിഹ്വലനായിട്ട് മൂപ്പർക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. മൂപ്പര് നിലത്ത് തളർന്ന് വീടുമോ എന്ന് ഭയപ്പെട്ടു പോയി. അതിൻ്റെ അടി 2 ഘോരമായ ശബ്ദം മൂപ്പര് കേട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒക്കെ ശാന്തമായി. നിബിധങ്ങൾ വന്നു. നിബിധങ്ങൾ മൂപ്പര മൊത്തങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ ഉണ്ട്. കുറച്ചൊക്കെ മൂപ്പരെല്ലാം ഇടങ്ങാറായിക്കണെന്ന് അറിയാം. ഇതിപ്പോ ഏതുപോലെ വെച്ചാല് ഈ യന്ത്ര ഊഞ്ഞാലുണ്ടല്ലോ, അയിമ ചാടണമെന്ന് വാശി പിടിച്ചിട്ട് കൊണ്ടുപോയിക്കാണ്ട് താത്താനായി ഇരുത്തിന്റെ വശത്ത് കറങ്ങാൻ തുടങ്ങിയപ്പോ ബദരീങ്ങളെ മുഴുവൻ വിളിച്ചാൻ തുടങ്ങി. ഇതൊന്ന് ഓഫാക്കിയോ പറഞ്ഞാണ്ട്. കാരണം എന്താ വെച്ചാൽ തലമിന്നാണ്, ഞാൻ ഛർദ്ദിക്കും അങ്ങനുണ്ട് എന്ന് പറഞ്ഞമാർക്ക് ഇത് നിർത്തി കിട്ടാൻ കുടുങ്ങിയില്ലേ. അവസാനം നബി തങ്ങളോട് ചോദിച്ചു, നബിയെ 2 ഘോരമായ ശബ്ദം കേട്ടാ എന്താ സംഭവം? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തത് ഞാൻ അവർക്ക് സലാം ചൊല്ലിയപ്പോൾ ജിന്നുകൾ സലാം അടക്കി 10,000-ലധികല്ലേ. അതാണ് നിങ്ങളെ കേട്ട്. 3000 ചില ഹദീസുകളിലുണ്ട്. എന്തായിരുന്നാലും മിനിമം 3000 ജിന്നുകൾ അവിടെ ഉണ്ട്. 12,000 എന്നുള്ള അഭിപ്രായം 10,000-ന്റെ മേലക്കായില്ലേ. അവർ സലാം അടക്കിയതാണ് ഒന്ന്. രണ്ടാമത്തെ ശബ്ദം വെച്ചു. രണ്ടാമത്തത് നിങ്ങളെ സഹോദരങ്ങളായ ജിന്നുകൾ ഭക്ഷണം ചോദിച്ചാണ് എന്ന് പറഞ്ഞു. അവർക്ക് ഭക്ഷണം ഉണ്ട്, ജിന്നുകൾ ഭക്ഷണം കഴിക്കും. നമുക്കെങ്ങനെ അതിന്റെ രീതികളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം പഠിച്ചാൽ കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ വിഷയം എന്താ വെച്ചാല് അവര് ഖുർആനിൽ നിന്ന് ഒരു ഭാഗം കേട്ടപ്പോ അത് 7 ജിന്നാളാ കേട്ടത്. ഓൽക്ക് മാറ്റം വന്നു. അവർ ഉടനെ തന്നെ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. അവർ ഉടനെ തന്നെ വരികയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു പരിവർത്തനം. അറിയോ, മക്ക ജീവിതത്തിൽ ശത്രുക്കളുടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നൊരു കാലം. ആ സമയത്താണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. അതിലാകെ പേടിച്ചു സ്വഹാബിമാര്. അങ്ങനെ പരക്കം പായ തുടങ്ങി. എവിടെയാന്ന് അന്വേഷിക്കാം, എന്തെങ്കിലും പറ്റിയാവോ. പക്ഷെ അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, നബിയങ്ങൾ എവിടെ? എനിക്ക് പെട്ടെന്ന് അറിയിപ്പ് കിട്ടി, ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ. അങ്ങനെ പോയതായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ജിന്ന സൂറത്ത്, അഹ്കാഫ് സൂറത്ത്, ഹിജ്ർ സൂറത്ത്, ഇങ്ങനെ 2-3 സൂറത്തുകളിലൂടെ ഈ കാര്യങ്ങൾ സവിസ്തരം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ജിന്നിലും അഹ്കാഫിലുമാണ് അത് കൂടുതൽ പറയുന്നത്. അവരുടെ പേരിൽ തന്നെ ഒരു സൂറത്ത് അല്ലാഹു നൽകി. ഏതായിരുന്നാലും ഇതൊക്കെ ഉൾക്കൊണ്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. ഉൾക്കൊള്ളാൻ എന്ന കുട്ടിയാൾക്ക് വരെ ചിലപ്പോൾ വേഗം വണ്ടി കയറുമല്ലോ. ഷുആറാ സൂറത്തിന്റെ ലാസ്റ്റ് ആയത്തിന്റെ വിശദീകരണത്തിൽ പിന്നെ ഒരു കുട്ടിന്റെ കഥ പറയുന്നുണ്ട്. അത് കേട്ടാണ്ട് നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റക്കും. അതായത് ഒരു ഖലീഫ ആരാന്നവിടെ പറയണില്ല, പിന്നെ നല്ല ഗായകന്മാരെ പാട്ടിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഒരു കുറേ ഗിഫ്റ്റ്, നല്ല പാട്ട്, ഖുർആന് അതിന്റെ അവസാനം പറയുന്ന നല്ല പാട്ട്, ഈമാനുള്ള ആൾക്കാരെ പാട്ട്, അതുകൊണ്ട് നേട്ടം കിട്ടണം, അങ്ങനത്തെ പിന്നെ കവിതകളും മറ്റുമൊക്കെ. അതിന് നല്ല പ്രഗത്ഭരെ വിളിച്ച് ചേർത്തപ്പോൾ ആ കൂട്ടത്തിലൊരു കുട്ടിയും വന്നിരുന്നു.
അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഒരു പാടുന്നു, രാജാവ് തയ്യാറാക്കി ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടി ബാക്കിയാകാണ്. അതില് ആ കുട്ടിനെ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്ത് പിന്നെ സമ്മാനം വേണ്ട, ഞാൻ പാടാൻ വന്നതല്ല, എനിക്ക് സമ്മാനം വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇതിൽ ഖലീഫ കുട്ടിനോട് ചോദിക്കാണ്, എന്താ പിന്നെ ഇവിടെ വന്ന കൂട്ടത്തില്? അപ്പൊ ഈ കുട്ടി പറയാണ്, പിന്നെ അലം തറ, അതിന്റെ മുമ്പുണ്ടല്ലോ, ആയത്താണ് ഓതി കൊടുത്തു. എന്നിട്ട് അതായത് കവികളെ പിൻപറ്റുന്നവർ പഴച്ചവരാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ ആ പഴച്ച കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കരയാണ്. എന്നുവെച്ചാൽ ഇരുമിലൊന്നും വല്ലാതെ കൂടണ്ടെന്ന്. അപ്പൊ ആ കുട്ടിന്റെ മനസ്സ് പോയത് അങ്ങനെയാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പൊ പലിശയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളെ പലിശ അല്ലാത്തത് പോലും പലിശ ആകുമോന്ന് പേടിച്ചിട്ട് ഒഴിവാക്കി എന്നൊക്കെ കാണാം. വളരെ സൂക്ഷ്മതയാണ്. ആയത്തുകൾ അതിന് മാത്രം അവർക്ക് ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അപ്പൊ ജിന്നുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെക്കാൾ ചിലപ്പോൾ ജിന്നുകൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതിനൊരു സംഭവമാണ് ഈ അഹ്കാഫ് സൂറത്തിന്റെ വിശദീകരണത്തിൽ വരുന്നത്. എന്തായിരുന്നാലും നമ്മൾ രണ്ടു കൂട്ടരും പ്രയാസപ്പെടുന്ന ഘട്ടം അല്ലാഹു തആല പറയാണ്, വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ദിവസം വരാനുണ്ട്, അന്ന് നിങ്ങളെല്ലാം പേടിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ നബിമാര്? ഖാലൂ, അപ്പോൾ അവർ പറയാണ്, ഷഹിദിനാ അലാ അൻഫുസിനാ, അവർ പറയാണ് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ സാക്ഷികളാണ്. ശരിയാ, അപ്പൊ എല്ലാവരും സമ്മതിക്കും. ഇന്ന് മനുഷ്യന്മാർക്ക് അത് പറഞ്ഞാല് മനസ്സിലാവില്ല. ഞങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ സാക്ഷികളാണ്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹികമായ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. നോക്കൂ, ഷഹീദിന അലാ അൻഫുസിന, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ സാക്ഷിയാണ്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഐഹികമായ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതാണ് ഖുർആൻ തന്നെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചിയുടെ ഒരു ലോകാണ്. വഞ്ചിക്കുന്ന വിഭവങ്ങളാണ്. പുരുഷന്മാരെ പഴപ്പിച്ച് കളയും. ദുനിയാവിലെ വിഭവങ്ങൾ അങ്ങനെയാണ്. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ വഞ്ചിക്കും, നമ്മളതുകൊണ്ട് പ്രയാസപ്പെടും. ആ പ്രയാസങ്ങളാണെന്ന് ലോകത്ത് പലയിടത്തും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? പലയിടത്തും ഇസ്ലാം എന്തെന്നറിയാത്ത കുറെ ആളുകളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. അവരാണ് രാജ്യത്ത് കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കാശ്മീരിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും അതല്ലല്ലോ. നമ്മള് ഏതായാലും അള്ളാഹു നമ്മളെ കാത്തതാണ്. ഇതൊക്കെ പാടാകെ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റ സമൂഹ മധ്യത്തില് വഷളാക്കാനായിരുന്നു ചില ആൾക്കാരെ തീരുമാനം. പക്ഷെ അത് അള്ളാഹു തആല എന്ത് ചെയ്തു? അവരെ കൂട്ടത്തിലുള്ള ആളുകളെ കൊണ്ട് തന്നെ അതിനെ തടയിട്ടു. ഏതായിരുന്നാലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? മനുഷ്യന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ഇന്നലൊക്കെ ഭയങ്കര വിഷമം തോന്നിയൊരു സംഗതിയുണ്ട്. കാരണം 70 വയസ്സ് കഴിഞ്ഞ് ഒരു മുടി നിരക്കാൻ ബാക്കില്ല. അങ്ങനത്തെ ഒരാൾക്കാണ് ഇന്നലെ പോലീസ് രാവിലെ എഴുത്ത് കൊടുക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് സ്ഥലം വിടണം, പാകിസ്ഥാനിക്ക് പോകണമെന്നാണ്. 27-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് രാജ്യം വിടണം. ആലോചിക്കണം. ആ മനുഷ്യൻ കേരളത്തിൽ ജനിച്ച ആളാണ്. ജനനം കൊണ്ട് നമ്മളെ ഇന്ത്യക്കാരനാണ്. പിതാവ് കറാച്ചിയിൽ കച്ചവടക്കാരനായതുകൊണ്ട് പണ്ട് കാലത്ത് ഇതൊക്കെ ഇങ്ങനെ വരുന്ന അറിയില്ലല്ലോ. അയാൾ സാധു അവിടെ പോയി കച്ചവടം നടത്തി. 10-18 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെ തന്നെ മരിക്കണം എന്ന് പറഞ്ഞ് പൗരത്വത്തിന് അപേക്ഷയും കൊടുത്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ 3-4 മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റാത്ത ആളുകളാണ് ഈ തീവ്രവാദികളൊക്കെ. അവർക്കൊരു മതമില്ല, ഓരോ മതം തീവ്രവാദം ആണ്. അവരാ പ്രവർത്തനം കാരണം എത്ര ആൾക്കാർ ഇടങ്ങാറാണ് ഉള്ളത് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യൻ ഇന്നലൊക്കെ അഭിമുഖം നടത്തുമ്പോഴൊക്കെ അയാളായതുകൊണ്ട് അട്ട പിടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട് ഇന്നലെ. കാരണം എന്താ? അത്രക്കും പ്രയാസാണ്. എന്താകുന്ന അറിയില്ലല്ലോ. ഏതായിരുന്നാലും ഭരണാധികാരികൾ ചെയ്ത നല്ലൊരു പ്രവർത്തനം എന്താ വെച്ചാൽ അത് പിൻവലിച്ചു. എടുക്കും പോണ്ടെന്ന് പറഞ്ഞു.
അതല്ലാതെ അവരെ മുന്നിൽ എന്തുണ്ട് വഴി? നമ്മൾ ഈ നിയമം എന്ന് പറഞ്ഞാല് ഒലക്ക പോലെ പിടിക്കാൻ പറ്റൂലല്ലോ. ലീഗലായിട്ട് പോകുമ്പോ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടാവും. അതാണ് എല്ലാവരും നല്ല രൂപത്തിൽ ഐക്യത്തിലും സ്നേഹത്തിലും കഴിയണമെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10-27 ആളുകളെ കശ്മീരിൽ കൊന്നു. ഓലെ പേര് ഇനി ഏത് പേരാണെങ്കിലും ഇവിടെ ആർക്കാ വലിയ പ്രശ്നം എന്ന് അറിയാം. കുറച്ച് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ഓലാണത് വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്. ഓല് പറയേണ്ടത് എന്താണ്? കെലിമ ചെല്ലിച്ചിട്ടല്ലേ, ആളെ നോക്കിയിട്ടല്ലേ, ഹിന്ദു എന്ന് ഉറപ്പ് വന്നിട്ടാണ് കൊന്നത് എന്നാണ്. അതിൽ തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ ലക്ഷ്യം എന്താ? ഈ വന്നവരുടെ ലക്ഷ്യം എന്താണ്? ഇത് നന്നാക്കണം എന്നാണോ? അല്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭജനം ഉണ്ടാക്കാനാണത്. ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓല് ആ മേജർ രവി പോലെയുള്ള അയാളെ പോലെയുള്ള ആൾക്കാരെ ആ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഹലാക്ക് ഒഴിവായി കിട്ടി. ആദ്യം പറഞ്ഞു വെറുതെ വിഭജനം ഉണ്ടാക്കണ്ട, കാശ്മീരിലെ മുസ്ലിങ്ങൾ ഇതിനൊന്നും ഉത്തരവാദികളല്ല, എനിക്ക് ആ നാടിനോട് ബന്ധമുണ്ട്, ഞാൻ അവിടെ ജോലി എടുത്താണ്, ഇപ്പോഴും വിളിക്കുന്ന മുസ്ലിംസ് എനിക്കുണ്ട്, കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ തുറന്നു പറഞ്ഞു. ഇതിന്റെ ലക്ഷ്യം ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കൽ മാത്രമാണ്. അതാണ് ശരി. അത് തീരെ താല്പര്യാത്തല്ല. ആ കൊന്നത് മുസ്ലിം, വെടിയച്ചത് മുസ്ലിമല്ലേ എന്ന് പറയേണ്ട ആരാര്യങ്ങൾ? ഇവിടുത്തെ വലിയ യുക്തിവാദി ഇസ്ലാമെന്ന് രാജ്യച്ചോന് ഒരു പേര് മുസ്ലിമല്ലേ, അപ്പൊ ഇവന്റെ പേര് മുസ്ലിമാണല്ലോ. റസൂലുള്ളാന്റെ പേരക്കുട്ടിന്റെ പേരാ ഹുസൈന്. അത് വാലാക്കിയാണ് നമ്മളോട് വയലാറിണ്ടേ, ഇസ്ലാമിനോടൊരു ബന്ധമില്ലാത്തവൻ. എന്നിട്ട് ഓല അയിമ തന്നെയാണ് കൂടി. പിന്നെ വേറെ ചില വർഗീയവാദികളൊക്കെ ഉണ്ട്, ഒരാകെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്തു വരുള്ളൂ, ദിമ വെച്ചടിക്കാം. പക്ഷെ നടന്നില്ല. കാരണം എന്താ? കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന മരണപ്പെട്ട നമ്മുടെ സഹോദര സമുദായത്തിലെ ആ സഹോദരന്റെ മകള് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ആ സഹോദരി പറഞ്ഞ എത്ര വലിയ പോയിന്റാണ്. അവിടെ കാശ്മീരിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിപ്പോ, 2 മുസ്ലിം സഹോദരങ്ങളാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സംഭവം നടന്നത് മുതൽ ഇങ്ങോട്ട് അവർ തിരിച്ചു പോരുന്നവരെ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തു എന്നാണ്. അതാണ് ഇസ്ലാം. മാത്രമല്ല നമ്മൾ റബീഉൽ അവ്വൽക്കൊക്കെ ഉണ്ട് ഈ ഘോഷയാത്രക്ക് സ്വീകരണം കൊടുക്കൽ, വെള്ളവും ഇതൊക്കെ. സഹോദര, ഈ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്കെല്ലാം മുടങ്ങിയപ്പോൾ ബന്ധം വന്നപ്പോൾ അവർ തിരിച്ചു പോരുമ്പോൾ വഴിവക്കിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾ വെള്ളവും ജ്യൂസും അതുപോലെ തന്നെ റൊട്ടിയും സാധനങ്ങളും ശുദ്ധവെള്ളമൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് ഓരോ സ്ഥലത്തും. അല്ലെ യാത്രയാക്കാൻ പോയി വന്നവര് മൂക്ക് കീഴ്പ്പെട്ടായാലും മുഴുവൻ പറയണം എന്ത്? അവിടുത്തെ മുസ്ലിങ്ങൾ അത്രയും നല്ലവരാണ്. ഇന്ന് ചില അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ പൊട്ടിക്കറിയുന്ന വീഡിയോസുകളുണ്ട് കശ്മീരിലെ. ഓല് പറയണ്ടേ ഞങ്ങളെ വേദന കച്ചവടം മുടങ്ങിയോണ്ടല്ല, ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് അതൊക്കെ ഇപ്പം മുടങ്ങിയോണ്ട് ഞങ്ങളെ വരുമാനം മുടങ്ങിയതല്ല ഞങ്ങളെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് 27 സഹോദര സഹോദരിമാരെ നഷ്ടപ്പെട്ടാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഉടനെ പോയ അതിൽ ആ ഭർത്താവ് മരിച്ചതൊക്കെയാണ് ഓല് എടുത്ത് പറയുന്നതായിരുന്നു. ആലോചിച്ച് നോക്കുക, ആരാണ് ഇവിടെ പ്രശ്നക്കാര്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് മേൽപ്പുരല്ല, ഓൽക്ക് തീപ്പൊരി പേടിക്കേണ്ട ആവശ്യമില്ല, മുങ്ങ കപ്പലാണ്. സൗദി അറേബ്യയിലുള്ള പാകിസ്ഥാനികളെ പോലും ഈ അറബിയാക്ക് വരെ അറ്റങ്ങളോട് വല്ലാതെ പോകില്ല. കാരണം ഒരു അന്തല്ലാത്ത ടീമാണ്. എന്തൊക്കെ ചെയ്യാന്നിട്ട് ഇതല്ല, പെട്ടെന്ന് ഈ വികാരാണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യും, ഒഴിവാക്കി വിടല. അങ്ങനത്തെ ടീമാണ്. ഇപ്പൊ ചൈനന്റെ ബലത്തിലാണ്. അതെന്തോ ആട്ടെ, പിന്നെ അതിന്റെ ഇവരെ ജീവനോടുകൂടെ പിടിച്ചിട്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, അതാണ് വേണ്ട. അല്ലാതെ ഇവരെ പേര് മുസ്ലിം ആയതുകൊണ്ട് നമുക്കൊന്നുമില്ല. മഞ്ചേരിയിൽ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിനെ കൊന്ന മുഹമ്മദ് കോയയെ ആ പെൺകുട്ടിന്റെ അച്ഛൻ വെടിവെച്ച് കൊന്നിട്ട് മുസ്ലിം ഭൂരി പ്രദേശത്ത് ആ വെടിവെപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഓനത് അനുഭവിക്കേണ്ടതാണ്. ഈ 27 ആളുകളെ കെലിമ ചെല്ലിച്ചിട്ടും ഇത് വേർതിരിച്ച് വെടിവെച്ച് കൊന്നോലെ പിടിച്ചിട്ട് കാല് പിന്നെ മേലക്കാക്കി തല അടിക്കാക്കി തൂക്കിയിട്ടിട്ട് ജീവനോടെ ഓരോ തൊലി ചെത്തിയെടുത്താലും ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം അത്രക്ക് വലിയ തെറ്റവരെയത്. എന്തറിയോ? സിവിലിയന്മാരാണ് ഇവരെ കൊന്നത്. അതിൻ്റെ അർത്ഥം പട്ടാളക്കാരെ കൊല്ലാന്നുള്ളതല്ല. അതായത് ഈ ഭാഗം വിഷയങ്ങളൊന്നും ചിന്തിക്കാത്ത, ഇതിനെപ്പറ്റിയൊന്നും ഒരു ചിന്തയില്ലാത്ത, വെറും രാജ്യം കാണുന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം വരുന്ന ആളുകളോട് ഇത് ചെയ്തവരോട് എങ്ങനെ പൊറുക്കുക? ആർക്കാ പൊറുക്കാൻ കഴിയാം? ഇതിനാരെങ്കിലും അംഗീകരിക്കും? അല്ലെങ്കിൽ ഇല്ലല്ലോ, ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മളൊക്കെ ദുബായിക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ അല്ലെങ്കിൽ പിന്നെ തായ്ലൻഡിക്കോ
ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് രാജ്യം കാണാൻ പോയിട്ട് നമ്മൾ ആൾക്കാർ അവിടെ വെടിയേറ്റ് മരിച്ച അങ്ങനെ ഉണ്ടാവും. ഇതിനൊക്കെ രാജ്യങ്ങൾ സമാധാനം പറയണം. വേറെ രാജ്യത്ത് നിന്ന് നമ്മളെ രാജ്യത്തേക്ക് ആള് വരിക പറഞ്ഞാൽ ഓൽക്ക് ഭയങ്കര വിലയാണ്. ഒരു ജീവൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ സൗദിയിലൊക്കെ ഒരാൾ മരിച്ചാല് മയ്യത്ത് കൊണ്ടുവരാൻ പേപ്പർ ശരിയാക്കാൻ വലിയ അടങ്ങാറാണ്. നമ്മൾ ഓലെ കുറ്റം പറയും. ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോന്നും അതിന്റെ രേഖകൾ ആയിക്കോട്ടെ, ഓരോ രേഖകൾ ശരിയാകാൻ ഞാൻ നടക്കൂല. തെളിവാണ്ടേ? അപ്പൊ ഇവിടെ എത്ര വലിയൊരു കുറ്റകൃത്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ഒരു വചനമുണ്ട്. അതിങ്ങനെ: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. ആയത്തിൽ പറയുന്നത് എന്താ? സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹ്ക്ക് നിലകൊള്ളണം, നീതിക്ക് സാക്ഷിയാകണം. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്കൊരു വിഭാഗത്തോട് വെറുപ്പുണ്ടെന്ന് കരുതി അനീതി വരരുത്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യങ്ങളിൽ പോലും പിന്നെ നമ്മളോട് ശത്രുക്കള് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവർ ആരാധനയിൽ മുഴുകുമ്പോ അനീതി കാണിക്കരുത്. ഓല പെണ്ണുങ്ങൾക്കും കുട്ടിയാൾക്കും ഒരു പ്രശ്നം വരരുത്. ഓല മരങ്ങളും കൂടിയും വെട്ടരുത് എന്നാണ്, മുതൽ നശിപ്പിക്കരുത്. ആ ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലുഹു വഅഖറബു ലിത്തഖ്വാ. ഖുർആൻ പറയാണ്, നിങ്ങൾക്കൊരു കൂട്ടരോട് ആദർശപരമായിട്ട് വിയോജിപ്പുണ്ടെന്ന് കരുതി നിങ്ങളെടുത്തുനിന്ന് എന്ത് വരരുത്? അനീതി വരരുത്. നിങ്ങൾ വീണ്ടും പറയാണ്, നീതിയോടുകൂടെ വർത്തിക്കണേ. ഹിയ അഖ്റബു ലിത്തഖ്വാ. തഖ്വയാണ് വിജയത്തിന്റെ മാനദണ്ഡം. ആ തഖ്വയോട് ഏറ്റവും സമീപസ്ഥമായ സംഗതി അതാണ്, നീതിയാണ്. അതാണ് ഇസ്ലാം. സ്നേഹം മാത്രം അടുപ്പിച്ചു. നിങ്ങൾക്കറിയോ, കടിക്കുന്ന ഒരു നായ അക്രമകാരിയാണ്. ഇപ്പൊ ശാന്തമായിട്ടിരിക്കുകയാണ്. അതിനെ വെടിവെച്ച് വല്ല ഇസ്ലാം അനുവദിക്കണില്ല എന്നാണ് കിതാബിൽ പറയുന്നത്. നമ്മളെ കർമ്മശാസ്ത്രം അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു നായ കടിക്കുന്ന നായാണ്, പ്രശ്നം ഉണ്ടാക്കുന്ന നായാണ്. പക്ഷെ ഇപ്പൊ ശാന്തമായിട്ടിരിക്കുകയാണ്, എന്ന് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ വെട്ടിയിട്ടോ അടിച്ചിട്ടോ വെടിവെച്ചിട്ടോ കൊല്ലുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഇനി ആക്രമിക്കാൻ വരുമ്പോഴോ ആദ്യം തന്നെ വെടിവെക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ വെട്ടാനോ പാടില്ല. ജീവികളാണെങ്കിൽ പോലും പ്രതിരോധിച്ചാൽ മതി എന്നാണ്. ഒരു നിലക്ക് രക്ഷയില്ലെങ്കിൽ കൊല്ലാനുള്ള അധികാരമുള്ളൂ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ടല്ലേ മനുഷ്യനെ വെടിവെക്കാൻ. മുംതാന സൂറത്തിലൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങോട്ട് അക്രമത്തിന് വരാത്ത, നിങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത മുസ്ലിങ്ങളല്ലാത്തവരോട് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഖുർആൻ ഒരു വ്യാഖ്യാനത്തിനും വകുപ്പില്ലാതെ മുംതാന സൂറത്തിൽ പറയുന്നുണ്ട്. നമ്മളോടാണ് ഈ പറയുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നത് തന്നെയാണ്. അത് നമ്മളെ സഹോദര സമുദായത്തിലെ ആളുകൾക്കൊക്കെ അറിയാം, നമ്മളോട് ഇടപെടുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ നഷ്ടപ്പെട്ട പെണ്ണ് അപ്പോഴും ഒരിക്കലും കാശ്മീരികളെ അവരെന്ത് ചെയ്തില്ല, കുറ്റം പറയണില്ല. ചിലർ കുത്തി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് കൊഴിഞ്ഞാടാൻ കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല, ആരടുത്തൊന്നും കിട്ടിയില്ല. ഇവർ നിരാശപ്പെട്ടു പോയി. അതാണ് അങ്ങനെ ഒരു പാഠം കൂടി ഇത് നമുക്ക് കിട്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ നിലപാട് ഇതാണ്. നോക്കൂ, ഒരു നിങ്ങൾ ആടിനെ കറക്കാൻ പോകുമ്പോൾ കൈമ നഖം ഉണ്ടാകരുതിട്ടോ വിധങ്ങൾ പറയണം. നിങ്ങളെ നഖം ആടിന്റെ അകിടിൽ തട്ടിയിട്ട് ആടിന് വിഷമം വരും. ഇത് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെ വേറെയുള്ള ആൾക്കാരെ കൊല്ലാൻ കഴിയാം? ഈ മായിദ സൂറത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, അന്യായമായി ഒരാളെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെയാണെന്നാണ്. അപ്പൊ ഇതൊന്നും എന്തല്ല, അതൊക്കെ നമ്മളെ ശത്രുക്കൾ പടച്ചുവിടുന്നതാണ് ഇറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഏതുപോലെ വെച്ചാല് മാർപ്പാപ്പ മരണപ്പെട്ടപ്പോ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പറഞ്ഞെന്തറിയോ, മാർപ്പാപ്പയുടെ മരണത്തില് പിന്നെ അറബ് ലോകം സന്തോഷിക്കണം. അതുപോലെ തന്നെ നമ്മളെ മലയാളികളായ ആളുകളും, അതായത് നമ്മളെ പറ്റിയാ പറയണ്ടത്, നമ്മൾ സന്തോഷിച്ചു. 10,000-കണക്കിന് ഇമോജികൾ ആ ചിരിക്കുന്ന ഫോട്ടം വിട്ടു വന്നു. അങ്ങനെ ആ രാഹുൽ ഈശ്വർ എന്ത് ചെയ്തു, അന്ന് പരിശോധിച്ചു. പക്ഷെ അയാളെന്നത് വ്യക്തമായി പറയാം, അത് ശരിക്കും കിട്ടും. ആരൊക്കെയാണ് അതിൽ വിട്ടത്, ഏതൊക്കെ വകുപ്പുകളൊക്കെ കിട്ടും.
അപ്പോൾ 10,000-കണക്കിന് ചിരിക്കുന്ന ഇമോജികൾ വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർപ്പാപ്പയുടെ തിരുമരണത്തിൽ സന്തോഷിച്ചെന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ പരിശോധിച്ചിട്ട് അയാൾ തന്നെ പറയാണ് എമ്മാതിരി കളവാണിത്. അതിലാകെ ചിരിക്കുന്ന ഇമോജി 7 72 അതിൽ മുസ്ലിം പേരുള്ളത് തന്നെ ആകെ 3 ബാക്കിയൊക്കെ ക്രിസ്ത്യാനികളാണ്. ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് പറയണ്ടാണ്. ഇതാണ് നമ്മളെ മേത്ത് കണ്ട് യാതൊരു പിന്നെ കളവുകൾ പറയാം. എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? പിന്നിപ്പ് ഉണ്ടാക്കുക. പരമാവധി ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും അടുപ്പിക്കാനുള്ള ശ്രമം നടക്കാം. അടിപ്പിക്കാൻ നമ്മൾ യുദ്ധമൊക്കെ ഇല്ലാക്കട്ടെ. കാരണം യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സാധനത്തിൻ്റെ വില കൂടും, അപ്പോൾ പ്രയാസങ്ങളുണ്ടാവും, യാത്ര മുടങ്ങും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. സ്വാഭാവികമായിട്ട് ഉള്ളിലിങ്ങനെ വെറുപ്പ് വരും. മുസ്ലിംസ് ഒരു തുടങ്ങിയിട്ടുണ്ടാവുള്ളത് നമുക്ക് ഇതിനോടൊരു ബന്ധമില്ല. ഇപ്പൊ അറബി പാൽക്കായ എന്ന് പറയും പോലെ ആ പാൽക്കായും അറബി ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളും ഇസ്ലാമും യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവരവിടെ എത്തിയത്? എന്തുകൊണ്ട് അവിടെ പട്ടാളക്കാരുണ്ടായില്ല? ഇതിനൊന്നും ആരും മറുപടി അറിയില്ല. പുൽവാമയിലെ കാര്യം പറഞ്ഞായിരിക്കുന്നത് ടണ്ണ് കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഒരു ഈച്ചക്ക് പ്രവേശനമില്ലാത്ത ഏരിയയിൽ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അതിന് ചോദ്യത്തിന് മറുപടി ഇല്ല. ഇവിടെ എന്തുകൊണ്ട് പട്ടാളം ഉണ്ടായില്ല? ഇത്രമാത്രം കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോകേണ്ട സ്ഥലത്ത്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതുപോലെ നമുക്ക് മാത്രമല്ല, BJPന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വരെ ആ സംശയം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞെന്തിനറിയോ? നമ്മളെ നിലപാട് ഇതാണ്. ഇസ്ലാം സ്നേഹം പഠിപ്പിക്കുന്ന മതമാണ്. അത് ഖുർആനിലുടനീളം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നടപ്പിലാക്കി പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണിച്ചു തന്നാണ്. ആളുകളോട് ദയ കാണിച്ചു. ഇപ്പൊ ഒരു യാത്ര, ആ യാത്രയിൽ നബിതങ്ങൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ എന്തിനാ സമയമൊക്കെ പറയേണ്ടത് എന്തിനറിയോ? മൂത്രമൊഴിക്കാൻ പോകേണ്ടത് മൂത്രമൊഴിക്കാം, പിന്നെ മലമൂത്ര വിസർജനം പോകേണ്ടവർക്ക് മറക്കിരിക്കാൻ പോകാന്നറിയാം, ഹദാ പോകേണ്ടവർക്ക് പോവുക, വെള്ളം കുടിക്കേണ്ടവർക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ വേഗം വരാൻ പോവുക. അതിന് എല്ലാവരും സ്ഥലത്തിറങ്ങി. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറ്റിയ സ്ഥലമൊക്കെ നോക്കേണ്ട കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് അറച്ചു ഉറുമ്പുകൾ. അപ്പോൾ 1-2 സഹായിമാരെ തീയിട്ടു. ഇത് കണ്ടുകൊണ്ടാണ് നിബിധങ്ങൾ വന്നത്. കല്ലേറ് കൊണ്ട് നെറ്റി പൊട്ടിയപ്പോൾ പൊട്ടിത്തെറിക്കാത്ത നിബിധങ്ങൾ ആ ഒരു ഉറുമ്പുകളെ കരിച്ചത് കണ്ടപ്പോൾ നിബിധങ്ങൾ ആകെ ചൂടായി. ഇന്നഹൂലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. തീന്റെ ഉടമസ്ഥനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ സ്വഹാബത്തിനെ വല്ലാതെ. ഉഹദ് യുദ്ധത്തില് തിരിച്ചു പോരുമ്പോ സ്വഹന്മാർ വലിയ പേടിയിലേനു. ചീത്ത അറിയോ? അപ്പോ അള്ളാഹു നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടുപോയി. നബി വഴക്കറിയെന്ന് കരുതിയതാണ്. അപ്പൊ അള്ളാഹ് പറയാ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും. അള്ളാഹു പറയാ അങ്ങയുടെ ആ സൗമ്യത ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഗ്രഹ നബിയെ. വലഹു കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക്. അങ്ങ് ഒരു പരുഷ സ്വഭാവത്തിന്റെ ഗൗരവത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ജനങ്ങളൊക്കെ അകലുമായിരുന്നു. ആ നബി തങ്ങളാണ്. അവിടെ നമുക്ക് 70 ആൾക്കാർ നഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ നബി ചൂടായില്ല. ആ നബിയാണ് ഉറുമ്പിനെ കരിച്ചു കണ്ടപ്പോൾ ചൂടായത്. ആലോചിച്ചോ. ആ യാത്രയിലാണ് അവിടെ തന്നെ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടിയൊക്കെ ഒരു സ്വാഭാവികക്കാരല്ലോ. അപ്പോൾ സഹായിമാരിങ്ങനെ മരത്തിന്റെ പൊത്തിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു സഹായിമാർ വലിഞ്ഞു കയറി കണ്ടതിനടുത്തു. അതിൽ തള്ളപക്ഷിയാണ് ബഹളം വെക്കാൻ തുടങ്ങി. നബിതങ്ങൾ അങ്ങോട്ട് ചെന്നു. നബിതങ്ങൾ വളരെ കർശനമായിട്ട് പറഞ്ഞു അത് അവിടെ തന്നെ വെക്കണം. ആ തള്ളപ്പക്ഷി കരഞ്ഞതിന് നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരുന്നതാണ്. ഇതാണ് ദയ. അപ്പൊ പിന്നെ മനുഷ്യന്മാരോട് എത്ര വേണ്ടിയാണ്? പക്ഷികളോടും പ്രാണികളോടും മൃഗങ്ങളോടൊക്കെ ഇമാതിരി കരുണ കാണിച്ച നബിതങ്ങള്. അതാണ് നമ്മുടെ നബിതങ്ങൾ. അല്ലാതെ ശത്രുക്കൾ പറയുന്നത് പോലല്ല, യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ച ആളല്ല. ആക്ക് നിർബന്ധിത ഘട്ടത്തിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മതത്തിന്റെ അനുയായികളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് ചരിൽ നിന്നുണ്ടായത്. അവരാണെങ്കിൽ നമ്മളെ മതത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. പേര് പലർക്കും ഉണ്ടാകുമല്ലോ, അത്രേ ഉള്ളൂ. ഏതായാലും എല്ലാ കുഴപ്പങ്ങളും തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു തആല സമാധാനം നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദുനിയാവ് വഞ്ചിക്കുക. ഇതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവ് ഐഹികമായ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. വശഹിദു അലാ അൻഫുസിഹിം. അവർക്കെതിരെ അവർ തന്നെ സാക്ഷികളായി. അന്നഹും കാനൂ കാഫിരീൻ.
അവർ സത്യത്തെ നിഷേധിച്ചവരായിരുന്നു എന്നതിന് അവർ തന്നെ സാക്ഷികളായി. അല്ലാഹു തആല അവരെ പറ്റി പറയാ. അപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നില്ലേ, അവർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നില്ലേ, ഇങ്ങനൊരു ദിവസത്തെ കണ്ടുമുട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ഈ നരകമൊക്കെ കാണും എന്നിങ്ങ് ആ പ്രവാചകന്മാർ നിങ്ങളോട് താക്കീത് ചെയ്തില്ലേ. അപ്പൊ ഇവർ പറയാണ് ശരിയാണ്, ഞങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ സാക്ഷികളാണ്. അല്ലാഹു തആല അതിന്റെ അടിയിൽ പറയാണ് ദുനിയാവ് ഓലെ വഞ്ചിച്ചു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ കേട്ടില്ല, സമയം കഴിഞ്ഞു പോയി. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു കാര്യം അല്ലാഹു തആല ഇപ്പോൾ നമ്മളെങ്ങനെ പഠിപ്പിക്കേണ്ട എന്തിനാ വെച്ചാല് നമ്മൾ ഭാവിയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശുറുഹും ജമീഅ. സൃഷ്ടികളെ ഒന്നടങ്കം ഒരുമിച്ച് കൂട്ടുന്ന ദിനം. യാ മഅ്ശറൽ ജിൻ. അന്ന് അല്ലാഹു അവരോട് പറയും, ഓ ജിന്നുകളുടെ കൂട്ടമേ, ജിന്നുകളുടെ സമൂഹമേ, ഖദിസ്തക്സർതും മിനൽ ഇൻസ്. മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങളെ വഴിതെറ്റിച്ചു, പഴപ്പിച്ചു കളഞ്ഞു, ദുർമാർഗികളാക്കി. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. മനുഷ്യരിൽപ്പെട്ട അവരുടെ സുഹൃത്തുക്കൾ പറയും എന്ത് പറയും? റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ചിലരെ ഉപയോഗപ്പെടുത്തി വബലഗ്നാ അജലനാ അല്ലദീ അജ്ജൽത ലനാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് കണക്കാക്കിയ അവധി ഞങ്ങളിതാ, ആ അവധി ഇതാ ഞങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. ഖാലന്നാറു മസ്വാക്കും. അല്ലാഹു പറയും, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഖാലിദീന ഫീഹാ. അതിൽ നിങ്ങൾ നിത്യവാസികളാണ്. ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം. തീർച്ചയായിട്ടും താങ്കളുടെ രക്ഷിതാവ് അവൻ അഗാധജ്ഞാനിയാണ്, അവൻ തത്വജ്ഞാനിയാണ്, അറിവുള്ളവനുമാണ്. വകദാലിക നുവല്ലി ബഅ്ദൽ-ളാലിമീന ബഅ്ദാ. അക്രമകാരികൾ എന്ന് ചിലർക്ക് നാം അപ്രകാരം മിത്രങ്ങളാക്കി. ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത ചെയ്തികൾ കാരണം, അവർ അനുവർത്തിച്ച പ്രവർത്തനങ്ങൾ കാരണം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മഅ്ശറിൽ അവിടെ വെച്ചിട്ട്, നരകത്തിൽ വെച്ചിട്ട് അല്ലാഹു വിളിക്കുകയാണ്, ഓ ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, അലം യഅ്തികും റുസുലും മിൻകും. നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ദൂതന്മാർ വന്നില്ലേ? യഖുസ്സൂന അലൈക്കും ആയാതി. എന്റെ ആയത്തുകളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ. നിങ്ങൾക്ക് ഇങ്ങനൊരു ദിനം വരാനുണ്ടെന്ന് ആ ദൂതന്മാര് നിങ്ങളോട് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നോ? ഖാലൂ. അപ്പോൾ അതിനവർ മറുപടി കൊടുക്കും, ഷഹിദിനാ അലാ അൻഫുസിനാ. ഷഹിദിനാ അലാ അൻഫുസിനാ. ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷി, ഞങ്ങളുടെ മേൽ സാക്ഷികളാണ്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ. നോക്കൂ, അല്ലാഹു പറയാണ്, അവരെ ദുനിയാവ് വഞ്ചിച്ചു കളഞ്ഞു. വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവർ സത്യത്തെ നിഷേധിച്ചവരാണ് എന്നതിന് അവർക്കെതിരെ അവർ തന്നെ സാക്ഷികളായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശുറുഹും ജമീഅ. യാ മഅ്ശറൽ ജിന്നി ഖദിസ്തക്സർതും മിനൽ ഇൻസ്. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون.
يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين. صدق الله العلي العظيم.